അതായത് ശ്രീജിത്ത് പറഞ്ഞാലൊരു വസ്തുത അല്ലെന്നേ എൻട്രി കോസ്റ്റിന് സമയം കൊടുക്കുമല്ലോ. അല്ല ടെൻഡർ അല്ല, അത് ശ്രീജിത്ത് ഇതിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് മറുപടി. വേറെ ചോദ്യം അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ധനകാര്യസ്ഥിതിയുടെ പ്രശ്നം കൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുള്ളത് ശ്രീജിത്ത് തന്നെ അഡ്മിറ്റ് ചെയ്തു. അതായത് ടെൻഡർ ഇപ്പൊ തൃപ്പൂണിത്തുറ വെച്ച 4.5 കോടിയുടെ കാര്യം പറഞ്ഞു. ടെൻഡർ ആരും എടുത്തില്ല, അതാണ് വസ്തുത. ടെൻഡർ ആരും എടുക്കും. ഇപ്പൊ എന്റെ അവിടെ പച്ചാളത്ത് കുടിവെള്ളത്തിന് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയത് ഇത്രയും നേരം എൻഡോസ് വീണ്ടും അബദ്ധം ആവർത്തിക്കുകയാണ്. 4.5 കോടി എടുക്കാതിരുന്നു എന്നാണ് പറയുന്നത്. എൻഡോസ് ആ വിഷയം പഠിച്ചിട്ട് പറ. അതിന് കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയും. കുടിവെള്ളത്തിന്റെ ടെൻഡർ ഇത് പറയട്ടെ. അങ്ങനെ ചർച്ച ചെയ്ത് പോരുത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് 4.5 കോടി രൂപ അനുവദിച്ചത് കുമ്പളം പഞ്ചായത്തിനും എടക്കൊച്ചി പെരുമ്പടപ്പ് പള്ളുരുത്തി മേഖലയും കൂടി ഒറ്റ ഫയലാണ്. അപ്പോ ഒരു ഫയൽ എടുക്കുന്ന ഒരാള് കുമ്പളം പഞ്ചായത്തിൽ ഒരു വർക്ക് ചെയ്താൽ ഇപ്പുറത്തും ചെയ്യില്ല. മനസ്സിലായി? അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ ആ 4.5 കോടി എടുക്കാതിരുന്നതല്ല. 4.5 കോടി ഇപ്പൊ എത്ര കോടി രൂപ എഴുതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല അങ്ങനെയല്ല. ഇപ്പൊ ചെല്ലാനം ടെട്രോപോഡ് നിർമ്മിച്ചു. എവിടെന്നാ ഫണ്ട്? എത്ര കോടി രൂപ ഒരു പഞ്ചായത്തിന് അനുവദിച്ചത്? ഈ കൊച്ചിയുടെ ഭാഗമല്ലേ? കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണല്ലോ. ആവശ്യകതയെ കണ്ടുകൊണ്ട് ചെയ്തല്ലോ. ആ വർക്ക് എടുത്തില്ല. ആരും എടുത്തില്ലേ? എടുത്തു. ഈ പ്രശ്നം വേലിയേറ്റത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ, വേലിയേറ്റത്തിൽ കുമ്പളം മുതൽ ഈ ചാത്തമ്മൂലുള്ള ദ്വീപ് സമൂഹത്തിന്റെ ഉൾപ്പെടെ ഒറ്റ ഫയലാണ് കയറി വന്നത്. അത് സ്പ്ലിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യേണ്ട ആരായിരുന്നു? ചെയ്തില്ല. ഇപ്പൊ ജനങ്ങൾ ഇറങ്ങിയപ്പോ ചെയ്തു. അതേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. നഗരസഭ ആ പ്രശ്നത്തിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനതാ പറഞ്ഞ സാംസ്കാരിക നയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനാണ് പോയി വേറെ സ്പ്ലിറ്റ് ചെയ്ത ഒരു കാര്യം ഒന്നും പറഞ്ഞു പുള്ളി വേറെ വഴി കൊണ്ടുപോയത്. ജി സ്മാരകം നിർമ്മിച്ചല്ലോ ഈ കാലയളവിൽ. പേപ്പറിലുണ്ടായത് മാത്രമല്ല, ഇപ്പൊ പ്രിയയുടെ ഡിവിഷനിലെ പണ്ട് കാർത്തികൻ സാവ് കൗൺസിലറായിരിക്കുമ്പോഴാണ് പള്ളത്ത് അതിപ്പോ CSML ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുനർനിർമ്മിച്ചു. അത് നമ്മൾ ഓരോ ഇടങ്ങളും ഇപ്പൊ MK അർജുനൻ മാസ്റ്ററുടെ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ടെൻഡർ അടുത്ത മാസം നടക്കാൻ പോകുന്നു. 7.5 കോടി രൂപ അനുവദിച്ചിട്ട് EK നാരായണൻ സ്ക്വയർ സാംസ്കാരിക കേന്ദ്രം പുതുക്കി പണിയുന്നു. PJ ആന്റണി ഓരോ സാംസ്കാരിക കേന്ദ്രം എന്ന് വെച്ചാൽ ഓരോ പൊതു ഇടങ്ങളാണ്. പൊതുവായ വാക്കുകൾ വരുമ്പോൾ തന്നെ അതിനകത്തൊരു സാംസ്കാരികത ഉണ്ട്. നമ്മുടെ പാർക്കുകൾ, ഇതിനൊക്കെ ഒരു പോളിസി ഉണ്ടാവുകയും അതിന് അല്ല ഞാൻ പറഞ്ഞ അതിനകത്ത് പൊതു എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടുതൽ പൂർണ്ണമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ ഓരോ നയം. ഇപ്പൊ പറയും ഇത് പണ്ടേ ഉണ്ടായതൊന്നും പിന്നെ അടിച്ചിടാൻ പറ്റുമോ? പണ്ടുണ്ടായതൊന്നും ഇല്ല. അതിനെ കാലത്തിനനുസരിച്ച് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു. അത് ഈ കൗൺസിലിന്റെ നേട്ടം. അപ്പോ നേട്ടം പറയുമ്പോൾ മുഴുവൻ വേറെ ഇതാണെന്നും എന്തെങ്കിലും കുറവുള്ളതൊക്കെ നമ്മളെടുത്തോ. മനസ്സിലായ? കുറവൊക്കെ നമ്മളെടുത്തോ. നേട്ടം പറയുമ്പോ അത് കേന്ദ്രത്തിന്റെ 50 കിട്ടി, സംസ്ഥാനത്തിന്റെ ഇത്ര കിട്ടി. ഞാനതാ പറഞ്ഞു, ഇത് നമ്മുടെ അവകാശമാണ് ഫണ്ടുകൾ കിട്ടാൻ. അപ്പോ ആ നിലയിൽ തന്നെയാണ് കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പൊ കടത്തിന്റെ കേസ് പറഞ്ഞു. ഈ മാർച്ച് മാസം 31-ാം തീയതി ഈ ഫണ്ട് നമ്മുടെ ടാക്സ് പിരിവ് പൂർത്തിയായതിനു ശേഷം ഇപ്പൊ കോൺട്രാക്ടർമാർക്ക് ഒരു വലിയ സംഖ്യ കൊടുക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് എത്ര മാസത്തെ അവശേഷിക്കണമെന്ന് മനസ്സിലാവും. അപ്പൊ പറയും ഫണ്ട് കൊടുത്തില്ല. ഞാനത് ഫണ്ട് കൊടുക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ എനിക്ക് എന്റെ അനുഭവം പറയാം. ഞാൻ 2010-15 കൗൺസിലറായിരുന്നപ്പോ എന്റെ ഡിവിഷനിൽ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ടർ നന്നായി അദ്ദേഹത്തിന്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട്, ഞാൻ പലതവണ അങ്ങോട്ട് വിളിച്ചൊരു വർക്ക് എടുക്കുവാന്ന് ചോദിച്ചു. ഞാൻ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവായി. മിനിഞ്ഞാന്ന് പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറിന്റെ ഡിവിഷൻ 3 വർക്ക് ഞാൻ എടുക്കാട്ടാ. അപ്പൊ പുള്ളി ഞാൻ ചോദിച്ചപ്പോ പിന്നെ ഇപ്പൊ പൈസ കിട്ടിയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഇപ്പൊ കണക്ക് ഞങ്ങൾ നോക്കിയപ്പോ കുറച്ചും കൂടി കിട്ടും. കുരീത്ര പരിശോധിച്ചാൽ മതി, എന്താ വരാത്തത്? അത് കുരീത്ര പരിശോധിച്ചാൽ മതി, എന്താ വരാത്തത്? ഞാൻ എന്റെ അനുഭവം പറഞ്ഞ കുരീത്ര പരിശോധിക്കണം. എന്താണ് കുരീത്രയെ സംബന്ധിച്ചത്? കുരീത്രയൊക്കെ ഏറ്റവും CSML കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു.
ഇനി എന്താ അവിടെ ചെയ്യാനുള്ളത്? അവിടുത്തെ മട്ടാഞ്ചേരി ടൗൺ ഹാൾ ഞാൻ പറഞ്ഞ ഇതെല്ലാം ചെയ്യണം സലാമേ, പക്ഷെ വായ്പ എടുക്കാൻ പാടില്ല. ഒന്നും ചെയ്യണം, വായ്പ എടുക്കാൻ ഇതെല്ലാം ചെയ്യണം. വായ്പ എടുക്കുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിനാണ് ചിലവന് വായ്പ എടുക്കാൻ അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ദുരിതമായോ, കാരണം സ്റ്റാൻഡ്സ്റ്റിലാവും. ഇപ്പൊ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞത് എന്താ, വായ്പ എടുക്കുമ്പോ അതിന് തിരിച്ചടവിന് വകുപ്പുള്ള പദ്ധതികൾ ഇപ്പൊ ഉദാഹരണത്തിന് അത് അങ്ങനെ തന്നെയാണ് മേയർ കൗൺസിൽ പറയുന്നത്. നമ്മളിപ്പോ ഡിവിഷനിൽ ഒരു കാന പുതുക്കിപ്പണി ഞാൻ വായ്പ എടുക്കുവാണെങ്കിലും ഞാൻ വായിക്കില്ല ബഡ്ജറ്റിൽ നിന്ന്, ഞാൻ അങ്ങനെയല്ല. അല്ല മേയർ മേയർ കൗൺസിൽ കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. അങ്ങനെ പറഞ്ഞു പോകല്ലേ, ഇതിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ അല്ലല്ലോ. ധനസമാഹരണത്തിന് ലാഭവിഹിതം നൽകിക്കൊണ്ട് നഗരസഭയുടെ സംസ്ഥാന ഉറപ്പിൽ സംസ്ഥാനങ്ങൾ ഇറക്കുന്ന കടപ്പത്രങ്ങളാണ് മുനിസിപ്പൽ ബോണ്ടുകൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കനാൽ ഡ്രെഡ്ജിംഗ് അടക്കമുള്ള സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നതിനുമായി ധനസമാഹരണം നടത്തുന്ന മുനിസിപ്പൽ ബോണ്ടുകൾ ഈ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ കനാൽ ഡ്രെഡ്ജ് ചെയ്ത് അവിടെ കാശ് കിട്ടുന്നത്. കനാൽ കാശ് കിട്ടും. അല്ലല്ല, അതാണ് എന്റെ അത് പറഞ്ഞിരിക്കുന്ന നയം എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദൈനംദിന കാര്യങ്ങൾക്കുമായിട്ടുള്ള കോർപ്പറേഷൻ അല്ലാതെ ചെയ്യുന്ന പദ്ധതികൾക്ക് അത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അനുവദനീയമല്ല. അങ്ങനെയല്ല, കൂടുതൽ കടക്കണിയിലേക്ക് അങ്ങനെയല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ എല്ലാം വരും. കോക്കേഴ്സ് തിയേറ്ററും വരും, ഒക്കെ വരും. പിന്നെ കനാലുകൾ, നഗരത്തിലെ പ്രധാനപ്പെട്ട കനാലുകൾ ഡ്രെഡ്ജ് ചെയ്യേണ്ടെന്നാണ് അഭിപ്രായം. കനാലുകൾ ഡ്രെഡ്ജ് ചെയ്യണതിന്റെ അല്ലല്ല, അതിന്റെ വരവ് കനാലിലാണോ ലഭിക്കുന്നത്? മനസ്സിലായി. പണ്ടേ നാളെ തന്നെ അത് വായ്പ, ഇപ്പൊ ഇത്ര നാള് കനാലുകൾ ഡ്രെഡ്ജ് ചെയ്തത് വായ്പ എടുത്തിട്ടാണോ? അല്ല, 1500 കോടിയുടെ കനാൽ റീജുനേഷൻ പദ്ധതി പാസ്സാക്കിയിട്ട് 10 വർഷമായി. ഇപ്പൊ 3000 കോടി എസ്റ്റിമേറ്റാ. ഒരു രൂപ പോലും പദ്ധതി മാത്രമേ ഉള്ളൂ. അതല്ലല്ല, അങ്ങനെയല്ല. സംസ്ഥാന സർക്കാർ നമുക്ക് ഫണ്ട് കിട്ടുന്നത് വെട്ടിച്ചുരുക്കുന്ന മാത്രമല്ല, പുതിയ പദ്ധതികൾക്ക് ഫണ്ടോ ഒരു സ്പെഷ്യൽ പാക്കേജ് നമുക്ക് കിട്ടുന്നില്ല. ആകെ കിട്ടുന്ന ബ്രേക്ക് ത്രൂ 10 കോടിയാ. അത് മാത്രമാണ് നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്നത്. മുല്ലശ്ശേരി കനാല് തുറന്നിട്ട് തുറന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഈ 3 മാസം ഇപ്പൊ ശരിയാക്കി. ഞാനിതിന് കൃത്യമായിട്ട് മറുപടി പറയാം. ഒന്ന്, അല്ല മറുപടി എനിക്കുണ്ട്. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഓരോന്ന് പറഞ്ഞിട്ട് മറുപടി ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. കനാല് ഡ്രെഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏത് കനാലാണ് ഡ്രെഡ്ജ് ചെയ്യാത്തത് കൊച്ചിയിൽ? ഈ കൗൺസിൽ വന്നതിന് ശേഷം എല്ലാ കനാലും ഡ്രെഡ്ജ് ചെയ്തിട്ടുണ്ട്. എല്ലാ കനാലും ഡ്രെഡ്ജ് ചെയ്തിട്ടുണ്ട്. എല്ലാ കനാലുകളെയും ഫുള്ളായി ഇപ്പൊ അങ്ങനെ. അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യുന്നത്? അല്ലല്ല, ഡ്രെഡ്ജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ചെളി അടക്കം നീക്കി നമ്മൾ ബേസ് കറക്റ്റ് ചെയ്ത് ഫ്ലോ കറക്റ്റ് ആക്കുന്നതാണ് ഡ്രെഡ്ജിംഗ് എന്ന് പറയുന്നത്. ഡ്രെഡ്ജർ ഇറക്കി ടീപ്പിക്കാനല്ല എപ്പോഴേ ചെയ്തേക്കുന്നത്. വന്നിട്ടില്ല. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? ഓളം വെക്കിയിട്ടുണ്ട്. അവതാരകം ശ്രദ്ധിക്കണം. എനിക്ക് പബ്ലിക് കാണുന്ന പരിപാടിയാണ് പറയാനുള്ള. അപ്പൊ അതിനകത്ത് ഒന്ന്, ഡ്രെഡ്ജിങ് കനാലുകളിൽ ഇതിനു മുമ്പ് ഡ്രെഡ്ജ് ചെയ്തിട്ടില്ല. കനാലുകൾ കോരുകയാണ് ചെയ്യണത്. ചെളി നീക്കൽ എന്നാണ് പറയണത്. ആ ചെളി നീക്കൽ ഈ കൗൺസിൽ വന്നതിന് ശേഷം ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ എറണാകുളം നഗരത്തിൽ വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അതില്ലെന്ന് ആർക്കും പറയാനും കഴിയില്ല. കൃത്യമായ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. കനാലുകൾ ഡ്രെഡ്ജിങ് കൂടി ചെയ്യേണ്ടതാണ്. കായലുകൾ ഡ്രെഡ്ജ് ചെയ്യണമെന്നുള്ളതായിരുന്നു ഇതിനു മുമ്പത്തെ നിർദ്ദേശങ്ങൾ. കനാലുകൾ ഡ്രെഡ്ജ് ചെയ്യണമെന്നുള്ള പുതിയ ആശയമാണ് മുന്നോട്ട് വെച്ചേക്കണത്. മനസ്സിലായ? ആ പുതിയ ആശയമാണ് മുന്നോട്ട് വെച്ചേക്കണത്. നേരത്തെ കായലും ഡ്രെഡ്ജ് ചെയ്യണമെന്നുള്ളതായിരുന്നു. മറ്റേ കനാലുകൾ കോരുക എന്നുള്ളതായിരുന്നു നേരത്തെ ചെയ്യണത്. ഇപ്പൊ ഞങ്ങളെല്ലാം പ്രദേശങ്ങളിൽ കനാലുകളും കായലും വന്നു ചേരുന്ന മൗത്തുകൾ, പള്ളുരുത്തി പ്രദേശത്ത് മൗത്തുകൾ ക്ലിയർ ചെയ്തല്ലോ. നമുക്കുണ്ട് ഉത്തരവാദിത്വം. അപ്പോ കനാലുകൾ ഡ്രെഡ്ജിങ് ചെയ്യണമെന്നുള്ളൊരു പുതിയ ആശയം വെച്ചിരിക്കുന്നു. ആ ആശയത്തിന് പണം സമാഹരിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ കാഴ്ചപ്പാടിന് നിയമാനുസരണമായ അനുവാദം കിട്ടിയാൽ ചെയ്യും. മനസ്സിലായി? അല്ലെങ്കിൽ നഗരസഭ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തോടുകളും കാനകളും വൃത്തിയാക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കാൻ ഈ കൗൺസിലിന് സാധിച്ചു. അതുകൊണ്ട് എറണാകുളം ഈ കൗൺസിൽ വന്നതിന് ശേഷം ഒരു തവണ MG റോഡിന്റെ പടം കേരളം മുഴുവൻ വന്നു 4 വർഷത്തിനിടയിൽ. വേറെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ സലാമേ? ഇല്ല. പണ്ടൊരു ചെറിയ മഴ പെയ്താൽ കേരളത്തിലെ ഏറ്റവും ആദ്യം കാണിക്കുന്ന റോഡ് ഏതായിരിക്കും? MG റോഡായിരിക്കും. അതിന് കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്തു. അപ്പൊ കനാല് കോരിയിട്ടില്ലെന്ന് പറയാൻ പറ്റും. കോരുക എന്നുള്ളത് കാലാകാലമായി ചെയ്തുകൊണ്ടിരിക്കണമെന്നേ.
ഇപ്പൊ ഡ്രഡ്ജിങ് എന്നുള്ളൊരു പുതിയ ആശയം വെച്ച് ആ ഡ്രഡ്ജിങ് എന്നുള്ള പുതിയ ആശയത്തിന് നമുക്ക് പണം അനുവദിക്കുമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ശ്രമം നടത്തുക. ഒരു കാഴ്ചപ്പാട് വേണ്ടേ? അല്ല പിന്നെ ഈ ഇത്ര രൂപ വരവ് ഇത്ര രൂപ ചെലവെന്നും പറഞ്ഞ് അവതരിപ്പിച്ച് പിരിഞ്ഞു പോവുകയാണോ ബഡ്ജറ്റ്? അല്ല, ഓരോ മേഖലകളിലും ഓരോ കാഴ്ചപ്പാടുണ്ടാവണം. ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് പണം സമാഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നതിന്റെ പാതയിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്നതൊക്കെ ലഭിക്കണം. ഇതുവഴി തന്നെ ഈ കോക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. എത്ര ഈ 5 കൊല്ലോട്ട് തൊട്ടിട്ട് പോലും 10 കൊല്ലം എന്ത് ചെയ്തു? ഫോക്കസിന്റെ കാശ് വെച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ അല്ല കുരീത്ര 10 കൊല്ലം UDF ചെയ്തല്ലോ. കുരീത്ര 5 കൊല്ലം കൗൺസിലറായി, ഇപ്പൊ 10 കൊല്ലമായി ആ ഡിവിഷന്റെ കൗൺസിലറായിട്ട് ഇരിക്കണം. എന്ത് ചെയ്തു? അല്ല 5 കൊല്ലത്തിന് കുരീത്രയുടെ പാർട്ടിയല്ലേ ഭരിച്ചത്. നിങ്ങളെന്താ 10 കൊല്ലം ചെയ്യാനേ? ഈ പ്രാവശ്യം ചെയ്തില്ല. ഇത്ര കോടി ഡെപ്യൂട്ടി വരെ പാട്ടും പാടിയാണ് ഒന്നാമത് കുരീത്ര ആ പാട്ട് വീണ്ടും പാടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാം കുരീത്രയുടെ പാർട്ടി കൗൺസിൽ ഈ 10 വർഷം ഭരിച്ചു കോർപ്പറേഷനിൽ, കോക്കേഴ്സ് അടച്ചുപൂട്ടിയതിനു ശേഷം. അതിൽ 5 കൊല്ലം കുരീത്ര കൗൺസിലറും ആയിരുന്നു. എന്താ നിർമ്മിക്കാൻ പറ്റായിരുന്നു? ഇതിനുത്തരം ഞാൻ വരാം. കൊച്ചി നഗരസഭയില് CSML നടപ്പിലാക്കിയ ആദ്യത്തെ 5 ഡിവിഷനിൽ ഒന്നാണ് 1-ാം ഡിവിഷൻ. നമ്മളത് പറയുമ്പോൾ ഒരു വികസന കാഴ്ചപ്പാട് പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ. ആ ഏരിയ ബേസ്ഡ് ഡെവലപ്മെന്റിൽ ഉൾപ്പെടുന്ന ഒരു ഡിവിഷനാണ് 1-ാം ഡിവിഷൻ. കോടിക്കണക്കിന് രൂപ ചെലവഴിപ്പിച്ചപ്പോൾ ശരിക്കും തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇടപെടണം. ആ CSML പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കോക്കസിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അല്ല അപ്പൊ പറഞ്ഞുതരാം. CSML പദ്ധതിയിൽ വന്നില്ല. സംസ്ഥാന സർക്കാർ അത് CSML പദ്ധതി സംസ്ഥാന സർക്കാരുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഈ സലാം അത് നോക്കുകയാണെങ്കിൽ അതിന്റെ കേസെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് എടുത്ത് വായിക്കുമ്പോഴേക്കും ഇനി ബിൽഡിങ്ങോ സ്ഥലമായിട്ട് അവർക്കൊന്നുമില്ല. അവർക്കുള്ളത് അവർക്ക് കിട്ടേണ്ട കുറച്ച് മുതൽ മുടക്കിയ തുകയുണ്ട്. ആ തുക അവർക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു അനുവാദം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി ആ കേസ് നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ലോ ഓഫ് ലിമിറ്റേഷൻ ആ കേസ് പോയി. അപ്പൊ ഇനി കോക്കസിനെ സംബന്ധിച്ചു ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ്? ഇത് മനസ്സിലാക്കേണ്ട ആദ്യം ഡിവിഷൻ കൗൺസിലറാണ്. സങ്കടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കൊച്ചിയിലെ ഈ 5 ഡിവിഷനിൽ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്ന ഒരു സ്ഥലം പ്രതിപക്ഷം എന്ന രീതിയിൽ CSML പദ്ധതിയിൽ ഒരു തുക അനുവദിച്ചെടുക്കുന്നതിൽ എന്തായിരുന്നു പ്രശ്നം? കോക്കസ് തിയേറ്റർ നമുക്ക് നഷ്ടമല്ലേ? നമ്മൾ ഇത്രയും വർഷം നമ്മൾ ജനങ്ങളല്ലേ അതിന്റെ ആ നഷ്ടം അനുഭവിച്ചിരിക്കുന്നത് അല്ലേ? ആ CSML പദ്ധതി 2016 നിങ്ങൾ നോക്കൂ. ഈ CSML പദ്ധതി അനുവദിക്കുന്ന ഏത് സമയത്താണ്? UDF-ന്റെ കൗൺസിലിന്റെ സമയത്താണ്. അത് നടപ്പിലാക്കാൻ തന്നെ ഒരു വിമുഖത അതൊന്ന് കൊച്ചി നഗരം കണ്ടിട്ടുള്ളതാണ്. 2016 അവതരിപ്പിച്ചത് അനുവദിച്ചത് 2019 ആയിട്ട് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല. 2019 കോവിഡ് കാലഘട്ടം കണ്ടു. LDF കൗൺസിൽ വന്നു, പണി തുടങ്ങി. എന്തുകൊണ്ടാണ് കഴിഞ്ഞില്ല? നിങ്ങൾക്കറിയാലോ, പള്ളത്തിരാമൻ ഗ്രൗണ്ടിലാണ് തുക അനുവദിച്ചത്. നമ്മളൊരു ലെറ്റർ കൊടുത്തതിൽ അനുവദിച്ചു. അപ്പൊ അതുകൊണ്ട് അത് സാധ്യമാക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ LDF UDF രണ്ടുപേരുടെ പരാജയമാണ് കോക്കസ് തിയേറ്റർ എന്ന് പറയുന്നത്. ആ കോക്കസ് തിയേറ്റർ ചരിത്രമുറങ്ങുന്ന ഒരു തിയേറ്റർ, കൊച്ചിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു തിയേറ്റർ. കേന്ദ്രത്തിൽ സ്വാധീനമുള്ള BJPക്ക് ഒരു അപേക്ഷ കൊടുക്കായിരുന്നല്ലോ. അങ്ങനെ ഭരിക്കണമല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയാ. BJP വേണം, അങ്ങനെയല്ല. ജനങ്ങൾ വേണം. അല്ലല്ല, BJP വേണമെന്നല്ല, ജനങ്ങൾ വേണം. ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ പേരെന്താ? പ്രിയയുടെ പാർട്ടിയുടെ പേരെന്താ? ഭാരതീയ ജനതാ പാർട്ടി. ജനങ്ങളൊന്നും അതിനകത്ത്. അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാമല്ലോ. കുരീത്ര കൊടുത്തില്ലെന്നായിരുന്നു തെറ്റ്. ഇന്ന് കൊച്ചി നഗരം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നൊരു LDF UDF പറയുന്നത് എന്താണ്? BJPക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഭരിക്കാത്ത BJPക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇന്ത്യ ഭരിക്കല്ലേ? ഇന്ത്യയിലെ ഒരു ഭാഗമല്ലേ? ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ ഫോട്ടോ വെച്ച് കൊച്ചി നഗരം BJP ഭരിക്കുക എന്നുള്ളത്. നിങ്ങള് ദേശബോധമൊക്കെ പറയുന്ന ആളുകളെ ദേശബോധം എന്ന് പറയുമ്പോ എല്ലായിടത്തും ഒരേപോലെ എത്തണ്ടേ? ഫോക്കസ് ചെയ്തിട്ടുണ്ട് 2010 തുടങ്ങി അതിന്റെ പുറകെ ഓടുന്നത്. അല്ല, പ്രിയ ചോദിച്ചാൽ CSML പ്രൊജക്ട് വെച്ചാണ് ചോദിച്ചത്. 2010 കിടക്കണേ CSML ആ പ്രൊജക്ട് ഞാൻ 2010 15 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാറി. CSML പ്രൊജക്ടിന്റെ അകത്ത് ഇത് തിയേറ്റർ പെട്ടിട്ടില്ല. ഇവര് വേറെ അപേക്ഷ കൊടുക്കുന്ന അപേക്ഷ നമ്മൾ പലവട്ടം CSML കൊടുത്ത് കോർപ്പറേഷൻ കൊടുത്ത് കോർപ്പറേഷൻ എല്ലാ കൊല്ലം 1 കോടി 2 കോടി എന്നൊക്കെ പറഞ്ഞ്
പത്രസമ്മേളനം വെച്ചിട്ടുണ്ട്, പത്രസമ്മേളനം വെച്ചിട്ടുണ്ട്, ഫോക്കസ് സെന്റർ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് തിയേറ്ററിനെ കുറിച്ച് ഫോക്കസ് തിയേറ്റർ നമ്മളെ കൊണ്ട് പണിയിപ്പിക്കാണ്ടിരിക്കേണ്ട എല്ലാ കൊല്ലവും ഓരോ കോടി വെക്കും. ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് 10-20 ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ വന്ന് നിന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഇതാക്കിട്ട് വന്ന് ഉടനെ പണി നടക്കണം. മേയർ 2 കോടി അനുവദിച്ചിട്ടുണ്ട് ഉടനെ പണി അളവൊക്കെ എടുത്തിട്ടും പോയി. ഞാനോട്ട് വരും. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞേ അത് നമുക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പോരാ, അതുകൊണ്ട് പൊളിച്ചോളണം. അപ്പൊ അതുവരെ എത്തിക്കണേ ഇപ്പൊ. അതിന്റെ അകത്ത് കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടാണ്. നമ്മളെ എല്ലാ ദിവസവും ഇന്ന് ഞാൻ അതിന്റെ അകത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മളെ എല്ലാ ദിവസവും ഇടപെടേണ്ട, എല്ലാ ദിവസവും അതിന്റെ പേപ്പർ വർക്ക് നീക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് സംസ്ഥാന സർക്കാർ വന്ന് ഇടപെട്ട് അവര് വന്നിട്ട് മാക്സിമം നമ്പർ ഞാൻ തിയേറ്റർ ആക്കാൻ നോക്കി. പദ്ധതികൾ അങ്ങനെ ഇങ്ങനെ പോണേ. ഒരു കാര്യം മനസ്സിലായ, CSML അതൊന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അതിനാണ് 2 കോടി രൂപ അനുവദിച്ചത്. പുതുക്കി പണിയാൻ കഴിയില്ല എന്ന് എഞ്ചിനീയർ വിഭാഗം റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ഉറപ്പില്ല. അതാണ് മാറ്റിയത്. ഇവിടുത്തെ ചോദ്യം, ആ പ്രൊജക്റ്റിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രമേയം ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. എവിടെ പ്രമേയം? 2014 CSML വന്നത്. 10 കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് പ്രമേയം ശേഷം ഫോക്കസ് തിയേറ്റർ 2014 CSML വരുന്നത്. CSML ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കുറെ ഒരുപാട് പ്രശ്നം പ്രൊജക്ട് ഇപ്പൊ ശ്രീജിത്ത് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കേസ് തിയേറ്റർ ഉൾപ്പെടെ മനോഹരമാവും. പക്ഷെ അതിന്റെ ഉള്ള ഒരു കാര്യമാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നതല്ലേ? അതെ, അത് പറഞ്ഞിരിക്കുന്നത് ചെയ്യണം. ഇതുപോലെ തന്നെ അവിടെ ഒരു ഇതുണ്ടല്ലോ. അല്ല, പണം ഞാൻ ചോദിക്കണം, പണം സമാഹരിക്കണം പല വഴികളിലൂടെ. ഇപ്പൊ ടാക്സ് പിരിക്കണം. ടാക്സ് അപ്പീൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. വക്കീലുമാരുടെ ഫീസ് പിരിക്കണമെന്ന് പറഞ്ഞില്ല. പ്രിയ അതിന്റെ കൂടി ചുമതല ഭരണവർഷം പ്രതിവർഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ മുനിസിപ്പൽ ആക്ടിൽ ഇല്ല. അതിന്റെ ചുമതല വഹിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പണം സമാഹരിക്കാനുള്ള മാർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ കൂട്ടി വന്നപ്പോ എത്ര കിട്ടിയെന്നത് സലാമിന് മനസ്സിലായില്ലേ? ബാക്കി സംഖ്യ എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ പിന്നെ ശൂന്യമാണ്. അങ്ങനെയാണ് സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നത്. മനസ്സിലായേ? അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ വികസനം എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ വികസനം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനപ്രതിനിധികൾക്കുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനത്തിന് ആവശ്യം ഒരു കാഴ്ചപ്പാടുണ്ടാവണം, പദ്ധതി ഉണ്ടാവണം, പദ്ധതി നടപ്പിലാക്കാനുള്ള പ്ലാൻ ഉണ്ടാവണം, ഇത് നടപ്പിലാക്കാനുള്ള പണം ഉണ്ടാവണം, ഇച്ഛാശക്തിയും വേണം. ആ ഇച്ഛാശക്തി തെളിയിക്കാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞില്ല എറണാകുളം മാർക്കറ്റ് വേറെയാണെന്ന്. ആലുവ മാർക്കറ്റിനും കല്ലിട്ടുണ്ടായി. മനസ്സിലായേ? എറണാകുളം മാർക്കറ്റ് പൂർത്തിയാക്കി 2014 അനുവദിച്ച്. ഇപ്പൊ ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോ മേയർ അനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം പോയത് മട്ടാഞ്ചേരി തുരുത്തി ഫ്ലാറ്റിലേക്കല്ലേ? അന്ന് അനിൽകുമാർ പോകുമ്പോ ഉണ്ടായിരുന്ന ഫ്ലാറ്റാണോ ഇപ്പോ? അല്ല. ഞാൻ പറഞ്ഞ അതൊരു ഉത്തരവാദിത്വം നിർവഹിക്കലാണ്. കൂട്ടായി ചെയ്തതാണ് എല്ലാവരും. ഇപ്പൊ അവിടുത്തെ TK അഷ്റഫ്, അദ്ദേഹം പ്രത്യേക കക്ഷിയിൽപ്പെട്ട ആളല്ല. ഇപ്പൊ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം. അതാണ് ലോക്കൽ ബോഡികളുടെ പ്രത്യേകത. എല്ലാ MLA മാരും പല വിധത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോ ആ നിലയിൽ വികസനം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ട് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഫണ്ടിന്റെ സ്രോതസ് കണ്ടെത്താൻ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം. നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ വന്നാൽ ചൂണ്ടിക്കാണിക്കണം. അത് പ്രതിപക്ഷ ധർമ്മമാണ്. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ഒരുപാട് കാര്യം നഗരത്തിൽ നടന്നിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി ശ്രീജിത്ത് ഇതുവരെ പറഞ്ഞില്ല. ഈ കൗൺസിൽ കാലയളവിൽ ഈ കൗൺസിൽ വിഭാവനം ചെയ്ത് ഫണ്ട് വെച്ച് പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെ പേര്? കൊച്ചി നഗരത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇതിനകത്തും നഗരസഭയുടെ ഫണ്ടുണ്ട്. ഒരു പദ്ധതിയുടെ പേര് പറ. അല്ല, എത്ര പറയാൻ പറ്റും? എന്തോരം പദ്ധതികളുണ്ട് ഈ കൗൺസിൽ ടേമില്. ഞാൻ ചോദിക്കണം, അപ്പൊ ഹെൻറി ഓസ്റ്റിൻ പറയണത് അല്ല, സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട്, അത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട്, ഈ 2 സർക്കാർ അനുവദിക്കുന്ന ഫണ്ടും ഔദാര്യമാണെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു തരാതെ ഫണ്ടിൽ നിന്ന് നമ്മള് വിഭാവനം ചെയ്ത് നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതി, നമ്മളെ ഒരുപാട് പദ്ധതി ചെയ്തും ശ്രീജിത്ത് പറഞ്ഞുകൊണ്ടേ പറഞ്ഞാണ്. അതായത് ഒരുപാട് പദ്ധതികൾ
പദ്ധതികളുടെ പൂർത്തീകരണം ഒരു റണ്ണിങ് പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു നമ്മുടെ ആസ്ഥാന മന്ദിരം തുടക്കം കുറിച്ച് ഏത് വർഷത്തിലാ? അല്ലല്ല ഏത് വർഷത്തെ തുടക്കം കുറിച്ച്? കണ്ടിന്യൂഷൻ അല്ല, ഞാൻ പറയട്ടെ, അത് കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികൾ എല്ലാം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്ത് അതിന്റെ സ്ട്രക്ചർ തീർന്നു, സ്ട്രക്ചറിൽ കംപ്ലീറ്റ് തീർന്നു, പ്ലാസ്റ്ററിംഗ് തീർന്നു, അത്രയും പക്ഷെ കംപ്ലീഷന് വേണ്ടിയിട്ട് ഫണ്ട് തികഞ്ഞില്ല. 40 കോടി രൂപ അധികം എടുത്ത് നമ്മളുടെ കൗൺസിലാണ് പാസ്സാക്കി അതിന്റെ അത് ഇത് ചെയ്യുന്നത്. അതിന് കടമെടുക്കാൻ 40 കോടി ഇത്തവണയും പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. അത് വർദ്ധിച്ചു ഇപ്പൊ 60 കോടിയിലാണ് നിൽക്കുന്നത്. 18 കോടിയിൽ എസ്റ്റിമേറ്റ് തുടങ്ങിയ കെട്ടിടം 60 കോടിയിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ബഡ്ജറ്റില് ഇതും ചൊല്ലി ആ ഓണത്തിന് ഞങ്ങൾ അവിടെ ഓണം കൊണ്ടുവന്ന് പറഞ്ഞാണ് ഈ കൗൺസില്. പക്ഷെ ഇപ്പൊ 4 വർഷം കഴിഞ്ഞ് ഇപ്പൊ 5ാമത്തെ വർഷം ഇനി തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. എന്തായിക്കട്ടെ, ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ പദ്ധതികളുടെ കണ്ടിന്യൂഷൻ സൈക്ലിക്കലായിട്ട് ഓരോ കൗൺസിൽസിനും പങ്കുണ്ട് അതിൻ്റെ അത് ചെയ്യാനായിട്ട് വലിയ പദ്ധതികൾ. അപ്പൊ നമ്മൾ ഈ കൗൺസിലിന്റെ ടേമില് നമ്മൾ പൂർത്തീകരിച്ചെന്ന് പറയുന്ന പദ്ധതികൾ പലതും കണ്ടിന്യൂഷൻ ആണ്, ഇൻക്ലൂഡിങ് എറണാകുളം മാർക്കറ്റ്. എറണാകുളം മാർക്കറ്റിനെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലയളവിൽ കച്ചവടക്കാരെ മുഴുവൻ മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിച്ചു. അവർക്ക് അവിടെ കച്ചവടം തുടങ്ങിയതാരാ? ഇവിടെയാണോ? കഴിഞ്ഞ കൗൺസിലിന്റെ ടൈമിൽ ചെയ്തതല്ലേ അത്? മുസ്ലിം സ്കൂളിന്റെ ഗ്രൗണ്ട് കണ്ടെത്തി അവിടെ ഷെഡ് പണിത് അവിടെ എല്ലാവരും മാറ്റി അങ്ങോട്ട് കച്ചവടം മാറ്റിയത് കഴിഞ്ഞ കൗൺസിലിന്റെ ടൈമിലാണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കണ്ടിന്യൂഷൻ വർക്ക്സ് നമ്മൾ CSML വർക്ക്സ് നടന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. എറണാകുളം മാർക്കറ്റ് പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. 72 കോടി രൂപ എറണാകുളം മാർക്കറ്റ് നമ്മൾ ചെലവഴിച്ചു. കോർപ്പറേഷന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? ഞാൻ ചോദിക്കണേ, ഈ കേന്ദ്ര സർക്കാരിന് എത്ര രൂപ കൊടുത്തു? കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ നമ്മൾ പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഫണ്ട് വന്ന എഞ്ചിനീയറിംഗ് ആരാ നടപ്പിലാക്കിയത്? കോർപ്പറേഷൻ ആണോ പണിത്? കോർപ്പറേഷൻ അല്ല പണിത്. CSMLന്റെ സ്പെഷ്യൽ പർപ്പസ് വർക്കിലല്ലേ പണിത്? കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പണിത്. വേറെ അപകടത്തിൽ 3.5 കോടി രൂപ വേണം ഒരു വർഷത്തേക്ക് മെയിൻ്റനൻസ്. അതിന്റെ ആശയം നമ്മൾ കൊടുക്കണം. കൊടുക്കണമുണ്ട്, മെയിൻ്റെനൻസ് ചെയ്യാതിരിക്കണം, അത് കൊടുക്കണം. അതിന്റെ ഞാൻ പറയാനുള്ള സമയം CSML പോലുള്ള ശ്രീധു കുറെ നേരം പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ഇല്ല, എന്റെ സമയമല്ല, കൂടുതൽ സമയം നിങ്ങള് ഞാൻ പറയുമ്പോൾ വേറെ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് CSML പദ്ധതികളുടെ മേന്മ നമുക്ക് പൂർണ്ണമായിട്ട് അവകാശം എൻട്രി പറഞ്ഞ പോയിന്റുകൾ ഭരണസമിതിയുടെ സമയത്ത് പൂർത്തീകരിച്ചതുകൊണ്ട് ഇത് ഞങ്ങളുടെ നേട്ടമാണെന്ന് മാത്രം ആ ഒരു കടവിൽ കൊണ്ട് കിട്ടുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പല കൗൺസിലുകളിലെ കോൺട്രിബ്യൂഷന്റെ നേട്ടമായിട്ടാണ് അത് പൂർത്തീകരണത്തിൽ എത്തുന്നത്. എല്ലാ പദ്ധതികളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ റോറോ കൊണ്ടുവന്ന് ഞാനൊരു സ്പെസിഫിക് പോയിന്റ് പറയാം. റോറോ കൊണ്ടുവന്ന ടോണി കമ്പനിയുടെ സമയത്ത് 2 റോറോ കൊണ്ടുവന്നു. 10 കോടി ചെലവിലാണെന്ന് റോറോ കൊണ്ടുവന്നത്, 2 എണ്ണം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു റോറോയ്ക്ക് 20 കോടി കൊടുക്കുന്നുണ്ട്. എന്ത് കണക്കത്? അത് വർഷം എത്രയായി? 15 കോടി. എത്ര വർഷമായി? അല്ല, ഞങ്ങള് ഷിപ്പ്യാർഡായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നത് അത് $. അന്ന് ഞങ്ങൾ CSR ഫണ്ട് വെച്ചിരുന്നു. ഏത് അന്ന് ഞങ്ങൾ CSR ഫണ്ട് വെച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് ഇപ്പോഴും വെച്ചൂടെ? ഇപ്പൊ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം CSML ബോർഡ് പാസ്സാക്കി പ്രമേയം എന്താ? ചോദ്യോത്തര അല്ലെ, പോയിന്റാണ് ശ്രീജിത്ത്. അതൊരു പോയിന്റ് അല്ല. ഈ അങ്ങനെയുള്ള പദ്ധതികൾ ഇപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ വരുമ്പോ 3ാമത്തെ റോറോ നമ്മുടെ ഇവിടെ ഇപ്പൊ വന്നു. അതിനിടയിൽ സർക്കാർ നമുക്ക് റോറോയ്ക്ക് ഫണ്ട് തന്നു, അത് വേറെ വകുപ്പ് കൊണ്ടുപോയി. അപ്പൊ ജലസേന വകുപ്പ് കൊണ്ടുപോയത് ആ വഴിക്ക് പോയി 8 കോടി രൂപ വന്ന പോയി. അപ്പൊ ഇങ്ങനെയുള്ള പല ഓരോ കൗൺസിലിന്റെ കാലയളവിലും പല പദ്ധതികളും അത് കണ്ടിന്യൂഷൻ ആണ്. അത് ഏതെങ്കിലും ഒരു കൗൺസിലിനെ മാത്രം നേട്ടമായിട്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഞാൻ ഈ നിങ്ങള് എന്റെ സംസാരം കൂടെ റെക്കോർഡ് ചെയ്തേക്കണല്ലോ ഇവിടെ എല്ലാവരുടെയും ഞാൻ തുടക്കത്തിൽ അവസാനം പറയുന്ന കേന്ദ്ര സംസ്ഥാനവും പ്രാദേശിക സർക്കാരും കൂടെ ഒരുമിച്ച് നിന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനം നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ ഭാഗമാണ് ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, എറണാകുളം കേരളത്തിന്റെ ഭാഗമാണ്. അല്ലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കിടക്കുന്ന നഗരമല്ല കൊച്ചി. അപ്പൊ ഈ നഗരത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കണ പണമുണ്ട്, ഇങ്ങോട്ട് കിട്ടണമുണ്ട്. അതിനനുസരിച്ച് ഇങ്ങോട്ട് കിട്ടണത് ഇങ്ങോട്ട് കിട്ടണത് ഷെയറാ കിട്ടുന്നത്. മനസ്സിലായ? അത് നമുക്ക് അർഹതപ്പെട്ടതാണ് ഓരോ രംഗത്ത്. അത് സ്റ്റേറ്റും ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും യൂണിയൻ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും തരുന്നത് നമ്മുടെ അവകാശമാണ്, ആ രാജ്യത്തിന്റെ ഭാഗമാണത്. അപ്പോൾ ഈ എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ചുമതലപ്പെടുത്തിയാൽ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് പണ്ടും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക പദ്ധതികളിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. എൻട്രി ജോസിന്റെ ഒരു ചോദ്യം എന്താ? തനത് ഫണ്ട് പണ്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിവിഷനുകളുടെ വർക്കിനാ, ശമ്പളം കൊടുക്കണം. തനത് ഫണ്ട് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല എൻട്രി ജോസിന്റെ.
അതായത് ആദ്യം കണ്ടുപിടിച്ച് പുതിയതായിട്ട് വരുന്നതോട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മനസ്സിലായ? തനത് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് വളരെ കുറവാണ്. അത് ചെലവഴിക്കുന്നത് UDF 10 കൊല്ലം ഭരിച്ചപ്പോഴും LDF അതിനു മുമ്പ് ഭരിച്ചപ്പോഴും ഇപ്പോഴും ഭരിച്ചപ്പോഴും എങ്ങനെയാ അതങ്ങനെ തന്നെ ചെലവഴിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. പള്ളുരുത്തി മദനക്കമ്പനി പാലം തനത് ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്? 1 കോടി രൂപ. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരു പൊതുവായ ഏത് നിങ്ങൾക്കറിയാലോ വള്ളൂരത്തിൽ എത്ര ഡിവിഷന് ഗുണകാരമാണെന്ന്. അത് ചെയ്തിട്ടുണ്ട്. EK നാരായണ സ്ക്വയറിന് തനത് ഫണ്ടുണ്ട്, MK അർജുന മാസ്റ്ററിന് തനത് ഫണ്ടുണ്ട്. നമ്മൾ ഓരോ കാര്യത്തിനും ഇപ്പൊ ഫോർട്ട് കൊച്ചി കാർണിവലിന് തനത് ഫണ്ടല്ലേ കൊടുക്കുന്നത്, മേയേഴ്സ് കപ്പ് തനത് ഫണ്ടല്ലേ എടുത്തത്. ഇതൊക്കെ വികസനമല്ലേ? വികസനം എന്ന് പറഞ്ഞാൽ കെട്ടിടം മാത്രമാണ്. അപ്പൊ ഓരോ കാര്യത്തിലും തനത് ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. തനത് ഫണ്ടും ചെലവഴിച്ചേക്കുന്നത് തുരുത്തി ഇപ്പൊ ഇവര് പറഞ്ഞല്ലേ ഞങ്ങളത് തുടങ്ങിയെന്ന്, തുരുത്തിയില് ഓൺ ഫണ്ട് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വെള്ളക്കെട്ട് നിവാരണത്തിന് പൊതുവായി ഇപ്പൊ മെഷീൻ വാങ്ങിച്ചത് CSML ഫണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം തീരുന്നതാണോ വെള്ളക്കെട്ട് പ്രശ്നം? ഈ കാണകൾ മുഴുവൻ നഗരത്തിലെയും ഡിവിഷനുകളെയും കാണ പോരുന്നത് ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തല്ലേ? ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ്, തനത് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാണ പോരുന്നതും തോട് പോരുന്നതൊക്കെ. അപ്പൊ ഓൺ ഫണ്ടിൽ പണം ചെലവഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഓൺ ഫണ്ടിൽ പണം ചെലവഴിച്ചതിന്റെ രേഖ അതിനകത്തുണ്ടല്ലോ. ഇത് റസിയയുടെ സ്റ്റിച്ചിങ് കൊച്ചിക്കാർക്ക് പെരുത്തിഷ്ടാണ്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് അതിനവരെ സഹായിക്കുന്നത് ജെസൽ ഒപ്റ്റിക്കൽസിന്റെ പെർഫെക്റ്റ് ലെൻസ് ഡിസ്പെൻസിംഗ് ആണ്. ദേവദത്തിന്റെ പെയിന്റിങ്ങിന് ആരാധകർ ഏറെയാണ്. സൂക്ഷ്മമായ നിറവൈവിധ്യങ്ങൾ തിരിച്ചറിയാൻ ജെസൽ ഒപ്റ്റിക്കൽസിൽ ഐ ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് വിഷൻ ഉറപ്പാക്കിയ കണ്ണടയാണ് അദ്ദേഹം ധരിക്കുന്നത്. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെസലിന്റെ 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ ഒരാളാകാൻ കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 160 രൂപയുടെ റെഡ് ലേബിൾ ചായ 135 രൂപയ്ക്ക് കൊള്ളാലോ. എന്താ 795 രൂപ 540. 469 രൂപയുടെ ബൂസ്റ്റ് 389 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. ചീരപ്പൊടി, അപ്പപ്പൊടി, മൈദപ്പൊടി, ആട്ടപ്പൊടി 259 രൂപയുള്ളൂ. ഇത്രയധികം ഓഫേഴ്സാ? ഇതൊന്നുമില്ല, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ വിസ്മയുടെ പൊടികളായ പൊടികൾക്കും 50% ഓഫർ. ഞാൻ ലിസ്റ്റ് 50% ഓഫർ ഉണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ 50% ഉണ്ട്. പിന്നെ എന്തായാലും കുറെ പറഞ്ഞു ശരിക്കല്ലേ, ഇത് കുടിച്ചോ. 59 രൂപയുള്ളൂ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിയർ ശ്രീനാരായണ ഹാൾ, മാർജിൻ ഫുഡ് മാർക്കറ്റ്, പുള്ളിക്കൽ, കൊച്ചി.
കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, ഡെന്റൽ ട്രോമ കെയർ, ഡെന്റൽ ഫിക്സിംഗ്, ക്രൗൺ ഫിക്സിംഗ്, ഡെന്റേഴ്സ്, ഡെന്റൽ ഇംപ്ലാന്റ്സ്, ഡെന്റൽ വീനസ്, ടൂത്ത് വൈറ്റനിങ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ഉള്ള ഓൺ ഫണ്ട് ചെലവഴിക്കുന്ന പരമ്പരാഗതമായ രീതിയുണ്ട്. മാത്രമായിട്ട് ചെലവഴിക്കാൻ പറ്റുമെന്നല്ല. അല്ല, അത് ചെലവഴിക്കുന്നുണ്ട്. അത് ചെലവഴിച്ച് തന്നെയാണ് പോകുന്നത്. അതിനു മുമ്പും ചെലവഴിച്ചിട്ടുണ്ട്, അന്നത്തേക്കാൾ കൂടുതൽ ഇപ്പൊ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ നഗരത്തിൽ എല്ലാ ഫണ്ടിനെയും ചെലവഴിച്ചിട്ടുണ്ട്. കൂടുതൽ ചെലവഴിക്കാതിരിക്കണ എന്താണ് ഈ ചെലവെന്ന് പറഞ്ഞാൽ കുറെ ഫയൽ ഉണ്ടാക്കി വെക്കലാണോ? ആക്ച്വൽ ടേംസ് അല്ല, ഫയൽ ഉണ്ടാക്കി വെക്കലല്ല. കഴിഞ്ഞ 5 വർഷത്തെക്കാളും കുറവാണ്. നിങ്ങൾ സാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഡിവിഷനുകളിൽ എല്ലാ ഡിവിഷന് 1 കോടി രൂപ അനുവദിക്കുമ്പോൾ ചില ഡിവിഷനുകൾ ആ ഫണ്ട് വേണ്ടി വരില്ല. അത് കൗൺസിലർമാർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിവിഷൻ മാറ്റി കൊടുക്കും. എന്തിനങ്ങനെ ചെയ്യുന്നു? ആ ഡിവിഷനിൽ ആവശ്യമായ പദ്ധതി, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്തുണ്ട്. ഒരു വാർഡിൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഇനി മുഴുവൻ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നുണ്ട്. നേരത്തെ പ്ലാൻ ഫണ്ട് മാത്രം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ പദ്ധതി. ഇത് ആ ഡിവിഷനിൽ ഓൺ ഫണ്ട് ചെലവഴിക്കുന്നതും വാർഡ് കമ്മിറ്റിയുടെയോ സഭയുടെ അനുവാദത്തിലൂടെ വരണമെന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേന്ദ്ര ഫണ്ട് ഇതിനു മുൻപുണ്ട്. അത് BJPയുടെ കാലത്തും ഉണ്ട്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത്. ഇതിനെ പ്രിയ പറഞ്ഞില്ലേ, 2014 വന്നു, 2019 ഈ കൗൺസിൽ വരുന്ന സമയം വരെ CSML പ്രവർത്തനം ആരംഭിക്കുക. അതില് മേയർ അനിൽകുമാർ വഹിച്ചിട്ടുള്ള പങ്കിനെ നഗരത്തിന് മറക്കാൻ പറ്റൂ? റിവ്യൂ, നിരന്തരമായ ഇടപെടലുകൾ, അതൊരു ഭരണാധികാരി ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഫണ്ട് കിട്ടിയാൽ മാത്രം പോരാ, ഫണ്ട് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് ഈ കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കൗൺസിലിന് ചെലവഴിക്കാൻ കഴിഞ്ഞതിന്റെ കരുത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നഗരത്തിൽ വിഭവ സമാഹരണം നടത്തേണ്ടടുത്ത് വിഭവ സമാഹരണം നടത്തണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടാക്സിന്റെ വരവിൽ ഉണ്ടാവേണ്ട വർധനവിനെ ഗൗരവമായി കാണണം. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ ശരിയാണ്. ആ അഭിപ്രായത്തൊക്കെ കൂടി എടുത്ത് നമ്മുടെ സാമ്പത്തിക ആയിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ നമുക്ക് ധനസമാഹരണം ശക്തിപ്പെടുത്തണം. ഒപ്പം നമുക്ക് ലഭ്യമാണെങ്കിൽ വായ്പ ഉൾപ്പെടെ നൽകി ചെയ്യണം. ഒരു വ്യക്തി വായ്പ, ബാങ്കുകൾ എങ്ങനെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, വായ്പ കൊടുത്തല്ലേ നിൽക്കാൻ പറ്റും. ഒരു വ്യക്തി വായ്പ എടുത്ത് പോകുന്ന പോലെയാണോ? അപ്പോൾ അതിന്റെ യൂസർ ഫീ ലഭിക്കുക എന്നുള്ളത്, അത് ഏതെല്ലാം മേഖലയിലാണ് യൂസർ ഫീ പിരിക്കേണ്ടതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു രേഖ വരുന്നുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് ബഡ്ജറ്റിന് ശേഷമുള്ള ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ആ നോംസിനനുസരിച്ചുകൊണ്ട് തന്നെ അതും മുന്നോട്ട് പോവുള്ളൂ. പുതിയ കൗൺസിലും ആണെങ്കിൽ ഈ കൗൺസിലിന്റെ കാലത്തും തുടക്കം കുറിക്കാൻ ചിലപ്പോൾ കഴിയും. ഇപ്പോ എൻട്രി തന്നെ പറഞ്ഞ ഓൺ ഫണ്ട് എത്ര കോടി രൂപയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്? ഓൺ ഫണ്ട് അവിടെയും ചെലവഴിച്ചിട്ടുണ്ട്. ഓൺ ഫണ്ട് അങ്ങനത്തെ പദ്ധതികൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കാണാൻ റോഡ് മാത്രമല്ല, ഓൺ ഫണ്ട് അതിന് ഉപയോഗിക്കുന്നുണ്ട്. ഞാനതിൽ ഓൺ ഫണ്ട് ചെലവഴിക്കണതിന്റെ ഓരോ കാര്യം പറഞ്ഞത്. ഫണ്ട് ഉപയോഗിക്കുന്നില്ലെന്ന് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു. ഇപ്പൊ ശ്രീജിത്ത് തന്നെ പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമ്മുടെ പ്രോജക്ട്സ് നോക്കാം. അത് ഉപയോഗിക്കണം. ഓൺ ഫണ്ട് കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചോദ്യം ചോദിച്ചു, അതിന് ഞാനൊരു ഉത്തരം. ശ്രീജിത്ത്, ഞാൻ ടാക്സിബിൾ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു, അറിയാലോ. കഴിഞ്ഞ മാസം വരെ ഞാനായിരുന്നു. കൗൺസിലില് ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രൊഫഷണൽ ടാക്സ് എന്താ ചെയ്തെന്നറിയാം? ബാർ കൗൺസിലേക്ക് നോട്ടീസ് അയച്ചേക്കണം. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് കിട്ടും. ശ്രീജിത്ത് പറയട്ടെ. അങ്ങനെ അത് ഒരു കൗൺസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ആരാ? അവിടെ സെക്രട്ടറി ഉണ്ട്, ഭരണകൂടമുണ്ട്, അവരാണ് നടപ്പിലാക്കേണ്ടത്. ഇല്ലാതെ ശ്രീജിത്ത് പറയട്ടെ. എന്റർടൈൻമെന്റ് ടാക്സ് എവിടെ? ബൈലോ ഉണ്ടാക്കി എവിടെ? ഇതുവരെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. അപ്പോ ഈ പരാജയങ്ങളൊന്നും
അത് കേവലം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇതല്ല, നമ്മളിത് അറിയിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീഴ്ച വരുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം പറയാം. എന്റെ കൗൺസിലിലേക്ക് നോട്ടീസ് കുരുത്തറ വേണ്ടിയില്ല. അന്ന് കുരുത്തറ കൗൺസിൽ ഉണ്ടായിരുന്നു, കുരുത്തറ പറയേണ്ടതായിരുന്നു. എനിക്കറിയാൻ പോലെ ബാർ കൗൺസിലേക്ക് നിങ്ങൾ വിട്ടത് ആരും ലെറ്റർ വിടുമ്പോൾ തമ്മിലല്ല. ലെറ്റർ വിട്ടാരും പറഞ്ഞിട്ടില്ല. ലെറ്റർ ഇപ്പോഴാണ് അറിയുന്നത്. കൗൺസിൽ ചർച്ച ഒരു പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൗൺസിലിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല. ലെറ്റർ വിട്ടാലും ലെറ്റർ വിട്ടുന്ന പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ലെറ്റർ ലെറ്റർ വിട്ടുന്നു കൗൺസിലിൽ എഴുതി കഴിഞ്ഞിട്ടുള്ള നമുക്ക് അറിഞ്ഞോളൂ. സെക്രട്ടറി ആണോ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, കൗൺസിലത് പ്രമേയമായിട്ട് കൊണ്ടുവന്നായിരുന്നു. ഇല്ല ചർച്ചയിലെ അവതരിപ്പിച്ചിട്ട് നടപടി എടുക്കാൻ പറഞ്ഞു. ഇന്നുവരെ നടപടി എടുത്തില്ല. ഈ നടപടി എടുക്കേണ്ടത് നമ്മളല്ല, നടപടി എടുക്കേണ്ടത് ഉദ്യോഗസ്ഥ ബന്ധങ്ങളാണ്. പ്രിയ അതിനുവേണ്ടി ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായ? അല്ല പ്രിയ, അതിനൊരു ഫയൽ അല്ല പറഞ്ഞാ ഫയലാവൂല. ചർച്ചയിൽ ഞങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെയല്ല നടപടിക്രമം അങ്ങനെയല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി മിനിറ്റ്സ് രേഖപ്പെടുത്തി ആ മിനിറ്റ്സ് പോകുന്നത് സെക്രട്ടറിക്കാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. പ്രിയ പറയണത് തെറ്റാ, അത് തെറ്റാണ്, അത് തെറ്റാണ്. അതങ്ങനെയല്ല, അതെ അതങ്ങനെയല്ല. കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ കാര്യം പറഞ്ഞു, അജണ്ട എഴുതി, അജണ്ട പാസ്സാക്കി, ആ അജണ്ട സെക്രട്ടറിയുടെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിലെന്ത് നടപടി സ്വീകരിച്ചു? എന്ത് നടപടി സ്വീകരിച്ചു? പ്രൊഫഷണൽ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സിൽ ബൈലോ വേണമെന്ന് പറഞ്ഞു. ബൈലോ അവതരിപ്പിച്ചിട്ട് 1.5 വർഷമായി. ഈ ബൈലോ അവിടെ നിന്ന് രൂപീകരിച്ചതാരാണ്? അത് കമ്മിറ്റി തന്നെയാണ് രൂപീകരിച്ചത്. എന്റർടൈൻമെന്റ് ടാക്സിൽ അവിടെ ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ടല്ലോ. ആ ഫിനാൻസ് കമ്മിറ്റി ഒന്നും ഇടപെടാണ്ട് ഇത് ഈ ടാക്സബിൾ കമ്മിറ്റിയാണ് എന്റർടൈൻമെന്റ് ടാക്സിൽ ബൈലോ ഉണ്ടാക്കിയത്. ഈ ബൈലോ നമ്മൾ കൊടുത്തു, ബൈലോ കൊടുത്തു, സർക്കാരിൽ പോയി, സർക്കാർ ആ ബൈലോ മടക്കി. എന്തുകൊണ്ട്? പേപ്പർ പബ്ലിക്കേഷൻ എടുക്കാൻ പാടില്ല. ഇത് ഉദ്യോഗസ്ഥർ അറിയാൻ പാടാത്ത കാര്യമാണ്. ആ പേപ്പർ പബ്ലിക്കേഷൻ എടുക്കാൻ എത്ര പ്രാവശ്യം നമ്മൾ കൗൺസിൽ സംസാരിച്ചു? എവിടെ പേപ്പർ പബ്ലിക്കേഷൻ? അപ്പോ ഇത് കേവലം ഇത് വരാത്ത ഒരാളുടെ വീഴ്ച എന്ന് പറയുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരടക്കം ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന മറ്റു ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് ഇതിൽ ആക്ട് ചെയ്തില്ല? ഞാൻ ശ്രീജിത്ത് അത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ് പ്രൊഫഷണൽ ടാക്സ് നിങ്ങൾ ഇത്ര നാളും ടാക്സബിൾ കമ്മിറ്റി ചെയർമാനായിട്ട് എന്ത് എടുത്തില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. കാരണം കൊച്ചി നഗരത്തിന്റെ വളർച്ച നമ്മുടെ എല്ലാവരുടെയും വളർച്ചയാണ്. അതിൽ വീഴ്ച വന്നാൽ ആ വീഴ്ചയാണ്. പ്രിയ ഒരു മിനിറ്റ്, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു മിനിറ്റ്, അത് കറക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അല്ല ശ്രീജിത്ത്, ഞാൻ പറഞ്ഞു അല്ല ആ വിഷയം കഴിഞ്ഞല്ലോ, അല്ല ഞാനത് പറയട്ടെ. അതിനുശേഷം നമ്മള് പ്രൊഫഷണൽ ടാക്സ് ഇനത്തിൽ ഈ പ്രാവശ്യം നമ്മള് തുക പിരിക്കാൻ പോയി. എവിടെ പിരിച്ചു? ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാൻ കൊച്ചി നഗരത്തിന് കഴിയുന്നില്ലേ? അതിലൊരു ഫയൽ ഓപ്പൺ ചെയ്യണോ? എന്റെ സലാമെ, നിയമപരമായിട്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ടിൽ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നടപ്പിലാക്കാൻ ഫയൽ വേണോ? ഫയല്. ഇപ്പൊ ശ്രീജിത്തും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു വക്കീലും കൂടിയാണ്. ഒരു ആക്ടിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ രണ്ടാമത് വേണം, ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. അത് എവിടത്തെ ന്യായം? ഒരു IPC ഒരു കേസ് എടുക്കണമെങ്കിൽ രണ്ടാമത് ഇത് വേണം. എന്താണ് ഇത് പറയുന്നത്? ആരുടെയും ഇത് വേണം. അത് നിയമമാണല്ലേ, നിയമം നടപ്പിലാക്കൂ. ആ നിയമം നടപ്പിലാക്കാണ്ട് അതിന് ഫയൽ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്തു. ഇതാണ് നമ്മളുടെ വീഴ്ച. ഇതാണ് കൊച്ചി നഗരത്തിന്റെ വീഴ്ച. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി കേരള മുനിസിപ്പാലിറ്റി ആക്ടും ചട്ടങ്ങളും ഉള്ളപ്പോൾ പോലും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അവർക്ക് സാധ്യമല്ല. ഞാനിപ്പോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പ്രിയ പറഞ്ഞതില് എല്ലാ കാര്യവും ഞാൻ തള്ളിക്കളയുന്നില്ല. പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. അതിനകത്തൊരു വീഴ്ച സംഭവിച്ച കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാനിപ്പോ വരുമ്പോ ഞാൻ ചെയർമാനായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട തയ്യാറാക്കേണ്ട കുറിപ്പ് ലെറ്റർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള മേയേഴ്സ് കപ്പുകളുണ്ട്. ഒന്ന് ഫുട്ബോൾ, ക്രിക്കറ്റ്, സൈക്ലിംഗ്. കൊച്ചി കോർപ്പറേഷൻ ആദ്യമായിട്ട് ബൈക്ക് റേസ് സംഘടിപ്പിക്കാൻ പോകുന്നു. ഈ 4 അജണ്ടയും തയ്യാറാക്കാൻ സെക്രട്ടറിക്ക് നമ്മൾ കത്ത് കൊടുക്കും. സെക്രട്ടറി കത്ത് കൊടുക്കുമ്പോൾ സെക്രട്ടറി സെക്ഷനിൽ നിന്ന് ഫയലാക്കി കമ്മിറ്റിക്ക് വിടും. അപ്പൊ ഫയൽ ഓപ്പൺ ആയി. അങ്ങനെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലല്ല പറയട്ടെ, അങ്ങനെ ഇതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടപടിക്രമം. പ്രിയ ചെയ്തില്ലെന്നല്ല ഉദ്ദേശിച്ചത്. ശ്രീജിത്ത് ഇപ്പൊ പറയുന്നത് ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയായിട്ട് നമ്മൾ തന്നെ രൂപീകരിക്കണം. അങ്ങനെയല്ല, നികുതി പിരിവ് ഒരു പദ്ധതിയാണോ?
നികുതി പിരിവ് എന്ന് പറയുന്നത് അല്ലല്ല. മുനിസിപ്പാലിറ്റി ആക്ടിൽ പറയുന്നതാണ്. അതൊരു പദ്ധതിയല്ല. അല്ലെന്നേ. ഇപ്പൊ ശ്രീജിത്ത് ഒരു മേയേഴ്സ് കപ്പ്, ശരി, നിങ്ങൾ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ പദ്ധതിക്ക് ഒരു ഫയൽ വേണം. പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതല്ല കാര്യം, ആ നിയമവും ചട്ടവും പറയുന്ന ഒരു കാര്യത്തിന് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതല്ല ചെയർമാൻ അത് എവിടത്തെ ഇതാണ്? അല്ലല്ല, വേണം, ഫയൽ വേണം. ഏത് നഗരസഭയിലെ ഏത് കാര്യം ചെയ്യാനും ഒരു ഫയൽ വേണം. വസ്തുനികുതിക്ക് ഫയൽ ഉണ്ടല്ലോ, ഒരു ഓപ്പണിംഗ് ഫയൽ ഉണ്ടല്ലോ. അതിന് ഒരു പറയൂ, വസ്തുനികുതി പിരിക്കാൻ വേണ്ടി ഒരു ഫയൽ ഉണ്ടോ? ഉണ്ട്. പദ്ധതിക്ക് ഫയൽ വേണം. അല്ലല്ല, അങ്ങനെയല്ലല്ല, പദ്ധതിക്കും ഫയൽ വേണം, എല്ലാ കാര്യങ്ങൾക്കും ഫയൽ വേണം. ഇതാണ്, അതായത് നമ്മൾ കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളും അതിലെ നിയമങ്ങളും കൃത്യമായിട്ട് അറിയാണ്ട് പോകുന്ന ഒരു ഭരണസമിതി. ഇതാണ് നമ്മൾ അത് പ്രിയക്ക് അറിയില്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം ഏത് കാര്യങ്ങൾക്കും ഫയൽ വേണം, എല്ലാത്തിനും ഫയൽ വേണം. ഞാൻ വിചാരിച്ചത് പ്രിയക്ക് ഇത് അറിയാൻ കഴിയുമെന്നുള്ളതായിരുന്നു. വസ്തുനികുതിക്ക് ഫയലല്ലേ? വസ്തുനികുതി ഈ കൊച്ചി നഗരത്തിലെ എല്ലാ വസ്തുനികുതിയും പിരിക്കുന്നതിന് വേണ്ടിട്ട് ഒരു കോമൺ ഫയൽ ഞാൻ ചോദിക്കട്ടെ, കോമൺ ഫയൽ ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കാം, ഒറ്റ ഉദാഹരണം. ഇല്ല, പറയട്ടെ, ഞാൻ പറയാൻ പോയല്ലേ പറയാൻ പോയല്ലേ ഹെൻറി, പണ്ട് വസ്തുനികുതി പിരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തല്ലേ പിന്നെ പോകുന്നേക്കും. പിന്നെ വർദ്ധിച്ചു വരുമ്പോ വേറെ ഫയൽ. പ്രിയ പറയാൻ സമയത്ത് പ്രിയയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. പ്രിയ അല്ല, ഒറ്റ കാര്യം ഇപ്പൊ ഞാൻ പറയാം. ഗവൺമെന്റ് ജിയോ ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ലോക്കൽ ബോഡിക്ക് ഉണ്ടാവുമല്ലോ. അതായത് ലോക്കൽ ബോഡികൾക്ക് അതിന്റെ നടപടിക്രമങ്ങൾ എടുക്കാനായിട്ടുള്ള ഫയൽ ഓപ്പൺ ആവണം. ഒന്ന് അത് ഗവൺമെന്റ് ഓർഡറിൽ എവിടെയാണ് എന്നാണ് എൻട്രി പറയുന്നത്? ഒരു ഗവൺമെന്റ് ഓർഡറിൽ എവിടെയാണ് നമ്മള് ടാക്സ് പിരിക്കാൻ ടാക്സ് അല്ലേ എൻട്രി കൗൺസിൽ ചർച്ച ചെയ്തിട്ടല്ലേ നമ്മൾ അതെ ടാക്സ് ഒരു പേപ്പർ ട്രെയിൽ വേണം. അല്ല അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ബജറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വേറെ ഒരു ഏരിയ അതെ അത് നിങ്ങൾ കട്ട് ചെയ്ത് അപ്പോ ഞാൻ സൂചിപ്പിച്ചതേ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഫയൽ ഇപ്പോ നമ്മുടെ നഗരത്തിൽ ബ്രഹ്മപുരം 2009 സ്റ്റാർട്ട് ചെയ്തതാ. അപ്പോ വേസ്റ്റ് എടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു വീടുകളിൽ. പക്ഷെ അവര് ഹരിതകർമ്മസേന അല്ലായിരുന്നു. ഹരിതകർമ്മസേന എന്നുള്ള ഫയൽ ഇപ്പോഴാണ് വന്നത്. 2022 ഈ കൗൺസിലാണ് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ സേനയുടെ ഒരു ഫയൽ തന്നെ ഓപ്പൺ ചെയ്യണത്. പക്ഷെ അതിനു മുമ്പുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്ര അളവിലില്ല. ഒരു സിസ്റ്റം വന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ബൈലോ വന്നു. ഈ കൗൺസിലിന്റെ നേട്ടമാണത്. ഒരു ബൈലോ കൊണ്ടുവന്ന് ഒരു ഹരിതകർമ്മസേന കൊച്ചിയിൽ രൂപീകരിച്ചു. ഇപ്പൊ നമ്മൾ ടാക്സ് എടുക്കുമ്പോ പിരിക്കുന്നതിന് താൽക്കാലിക ജീവനക്കാരെ വെക്കണം. അപ്പൊ കുടുംബശ്രീ മാർഗം പിരിക്കുന്നതിനെ കുറിച്ചൊരു കാര്യം അതിനകത്ത് ദീർഘവീക്ഷണത്തോടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ എംപ്ലോയ്മെന്റ് ഈ താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതിൽ കുറെ നിയന്ത്രണമുണ്ട്. കുടുംബശ്രീ ആകുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ശേഷി വർദ്ധിക്കും. ഒന്ന്, അവർക്കൊരു തൊഴിൽ കണ്ടെത്താൻ കഴിയും. നമുക്ക് വരുമാനവും വർദ്ധിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പലവിധ മാർഗങ്ങളിലൂടെ ബജറ്റ് സഞ്ചരിക്കുന്നുണ്ട്. ഈ കുടുംബശ്രീയുടെ പറഞ്ഞേക്കുന്നത് തന്നെ ഓൺലൈൻ സംവിധാനം ആകുന്ന വരെ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക ഇന്റർമീഡിയറ്റ് പീരീഡിലാണ് പറഞ്ഞേക്കുന്നത്. അതുവരെ നമുക്ക് പിരിക്കാൻ കഴിയും. അല്ല ഓൺലൈൻ ഞാൻ പറഞ്ഞ കോടതിയിൽ ഇതുള്ളതുകൊണ്ട് അല്ലല്ല എൻട്രി അതല്ല ഓൺലൈനിലൂടെ മാത്രം ഓൺലൈനിലൂടെ ആയി. പക്ഷെ ഓൺലൈനിലൂടെ മാത്രം ആളുകൾ ടാക്സ് അടക്കില്ല. 50% ആളുകൾ മാത്രമേ അതിലേക്ക് എത്തിയിട്ടുള്ളൂ ഇപ്പോഴും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത് അതിനകത്ത് ടാക്സ് അടക്കാൻ കഴിയാത്ത ആളുകളുടെ വീടുകളിൽ പോയി ടാക്സ് അത്ര ആളുകൾ കമ്മീഷൻ ബേസ് നമ്മൾ ആളുകൾ നിയമിച്ച സ്ത്രീകൾക്ക് ഒരു തൊഴിലാവും, നഗരസഭക്ക് വരുമാനവും. ഇതാണ് ഉദ്ദേശിച്ചത്. ഞാനതാ പറഞ്ഞു പല വീട്ടിലെ ഓൺലൈൻ ആണല്ലോ കൂടി അടക്കാൻ എല്ലാവരും അടക്കില്ല. അപ്പൊ അതിന് നമുക്ക് വരുമാനം കൂട്ടാൻ വേണ്ടിയുള്ള മാർഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എനിക്ക് ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. കുടിവെള്ള പദ്ധതികൾ നമുക്ക് CSML പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ CSML പദ്ധതിയിൽ ഇവർ ആദ്യം ചെയ്തിരിക്കുന്നത് ഓവർഹെഡ് ടാങ്കുകളാണ്. അത് ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. പച്ചാളത്തെ ഒരു ഓവർഹെഡ് ടാങ്ക് പണിതിട്ടുണ്ട്. 17 ലക്ഷം ലിറ്ററിന്റെ ടാങ്ക് പണിതിട്ടുണ്ട്. പച്ചാളത്തെ ടാങ്ക് 17 ലക്ഷം പണിതെങ്കിൽ ഇന്നേ വരെ അതിൽ വെള്ളം നിറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞിട്ട് കൂട്ടിവെച്ച ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ അവിടെ പൈപ്പ് ഓഗ്മെന്റേഷൻ പദ്ധതി വരുന്നുണ്ട്. അതായത് വെള്ളം വിതരണം ചെയ്യാനുള്ള പൈപ്പിന്റെ മാറ്റി സ്ഥാപിക്കാനുള്ള
2 പദ്ധതികളാണ്. 5 കോടിയുടെ ഒരു പദ്ധതിയും 14 കോടിയുടെ 2 പദ്ധതികളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് പച്ചാളം ടാങ്ക് മുതൽ വടുതല പാലം വരെ, ആദ്യം വടുതല റെയിൽവേ ഗേറ്റ് വരെ, വടുതല റെയിൽവേ ഗേറ്റ് മുതൽ ചിറ്റൂർ പാലം വരെ, ആ 2 പദ്ധതികളാണ്. 5 കോടിയുടെ പദ്ധതി ടെൻഡർ ചെയ്തപ്പോഴത്തേക്കും ആരും എടുത്തില്ല. അത് 3 പാർട്ടായിട്ട് തിരിച്ച ശേഷമാണ് 5 കോടിയുടെ പദ്ധതി എടുത്തത്. അപ്പൊ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിലെ 3 സ്ഥലങ്ങളിലായതുകൊണ്ടല്ല പാർട്ടാക്കിയത്. 5 കോടിയുടെ പദ്ധതി എടുത്തില്ലാരും, അതുകൊണ്ട് 3 പാർട്ടാക്കി. 15 കോടിയുടെ പദ്ധതി ഇന്നുവരെ എടുത്തിട്ടില്ല. 3 ടെൻഡർ കഴിഞ്ഞു, ടെൻഡറും റീടെൻഡറും കഴിഞ്ഞ് ഇപ്പോഴും ആരും എടുത്തിട്ടില്ല. ഇനി അത് പാർട്ടാക്കണം. അപ്പൊ പദ്ധതി വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം പദ്ധതി നമ്മൾ വെച്ചിപ്പോ 5 കോടിയുടെ അതിന്റെ വെച്ചിരിക്കുന്നതല്ല, ഞാൻ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ പൈപ്പ് ഓഗ്മെന്റേഷൻ പദ്ധതി ഇപ്പൊ ഇടാൻ പോകുന്ന പുതിയ പൈപ്പുകൾ ഈ വാട്ടർ ടാങ്കുമായിട്ട് കണക്ഷൻ ഇല്ല. CSML പദ്ധതി സ്പെസിഫിക്കലി കൊച്ചിൻ കോർപ്പറേഷന് വെള്ളത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ്. നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് CSML നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഫണ്ടാണ്. പക്ഷെ അതിലാ വെള്ളം പോകുന്നത് 2 പഞ്ചായത്തുകളിലേക്കാണ്. എറണാകുളം നിയമമണ്ഡലത്തിലല്ലാത്ത ഒരു പഞ്ചായത്തിലേക്കും പരിശോധിച്ചാൽ മതി. അല്ല, അപ്പൊ CSML പദ്ധതി വെച്ചിരിക്കുന്ന ടാങ്ക് വെച്ചിരിക്കുന്ന ഈ പദ്ധതിയുടെ ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ട MLA യുടെ അവിടെ വന്നു ഇത് ലിങ്ക് ചെയ്യണം. ഞങ്ങളുടെ വെള്ളം ഓഗ്മെന്റ് ചെയ്യണ്ടേ. രണ്ടാമത്തെ കാര്യം സലാമേ, അതിനകത്തെ ചേരാനുള്ളവർക്ക് വെള്ളം കൊണ്ടുപോയി വടുതലക്ക് വെള്ളം കുറയ്ക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് പരിശോധിച്ചാൽ മതി. പൈപ്പിലേക്ക് കൊണ്ടുപോകണോ? പൈപ്പിൽ വേറെ പദ്ധതിയല്ലേ? ഞാൻ നിയോജകമണ്ഡലം പറഞ്ഞില്ലല്ലോ. അത് വേറെ പദ്ധതിയാണത്. അല്ലല്ല, ഇത് ഈ പൈപ്പ് ലൈൻ പോകുന്നത്, അത് ശ്രീജിത്ത് പരിശോധിച്ചോ, അവിടെ ഉള്ള പൈപ്പ് ലൈൻ ഓഗ്മെന്റ് ചെയ്യുന്നത് തമ്മനൽ ലൈനാണ് ഓഗ്മെന്റ് ചെയ്യുന്നത്. പുതിയ പൈപ്പ് ലൈൻ പച്ചാളം ടാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. പച്ചാളം ടാങ്കിലെ വെള്ളം പച്ചാളത്തോ വടുതല പ്രദേശത്ത് 32,000 പേരുണ്ട്, അവർക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ അല്ലാതെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ CSML ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന് വെള്ളം ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതി കൊണ്ടുവന്നിട്ട് അത് കോർപ്പറേഷനിലെ ആളുകൾക്ക് ഗുണകരമല്ലാത്ത രീതിയിലാണ് പദ്ധതികൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ CSML പൂർത്തീകരിച്ചു ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ ശ്രീത്ത് പറഞ്ഞാൽ പാർട്ടായിട്ട് ടെൻഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ 3 പാർട്ടായിട്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ഒരെണ്ണം എടുത്ത്, രണ്ടാമത്തെ ഇതുവരെ ആരും എടുത്തിട്ടില്ല. ഇനിയും പാർട്ടാക്കണം. രാമേശ്വരം ആന്ധ്ര കനാലിന്റെ 8 കോടി രൂപയാണ് CSML ഇട്ടത്. അത് 8 കോടി രൂപ കൊടുക്കാൻ കഴിയും ഒരുമിച്ച്. സർക്കാരിന്റെ ധനസ്ഥിതി കൊണ്ട് തന്നെ പല പദ്ധതികളും നമ്മളിവിടെ നഗരത്തിൽ CSML പദ്ധതി പോലും വെച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത കാരണം വെച്ചാൽ സർക്കാരിന്റെ ഒരു കോമ്പണന്റ് കൂടി ഇതിന്റെ അകത്തുണ്ടല്ലോ. ആ കാശ് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ആ ടെൻഡറുകൾ നടക്കാതെ പോകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു MLA വിചാരിച്ചോണ്ട് ഇപ്പൊ എറണാകുളം MLA 3 പ്രാവശ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പദ്ധതി ആരോട് ഏത് പദ്ധതിയാണ് നടപ്പിലാതിരുന്നിട്ടുള്ളത്? പച്ചാളത്തെ 15 കോടിയുടെ ടെൻഡർ അതല്ലാതെ ഒരു കാര്യം പറ. CSML ഏത് പദ്ധതി നടപ്പിലാകത്തുള്ളത്? അത്തരം പദ്ധതികള് ഈ സർക്കാരിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞു, സർക്കാർ നമ്മുടെ കോർപ്പറേഷന്റെ ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും ലിങ്ക്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ദുർബലമായ ധനസ്ഥിതിയാണ്. കാരണം നമുക്ക് കിട്ടാനുള്ള 290 കോടി രൂപ ഒന്നും കിട്ടുന്നില്ല. പ്രത്യേക ഒരു പാക്കേജ് കിട്ടുന്നില്ല. നമ്മുടെ കനാൽ റീജുവനേഷൻ പദ്ധതി 1500 കോടിയിൽ നിന്ന് ഇപ്പൊ 3000 കോടിയായി, ഒരു നടപടിയില്ല. അപ്പൊ സർക്കാർ ഈ ഡ്രഡ്ജിങ്ങിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, കായല് ഈ പറഞ്ഞ ഡ്രഡ്ജ് ചെയ്യണമെങ്കിൽ 2018 മുതലുള്ള അത് മാറ്റണമെങ്കിൽ അത് സർക്കാർ ഇടപെടണം. ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അവിടുത്തെ പരാജയത്തിന്റെ വലിയൊരു അളവ് ഈ കോർപ്പറേഷന്റെ സ്തംഭനാവസ്ഥയിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഇതൊരു പോളിസി പ്രശ്നമാണ് കേട്ടോ, ഇതൊരു രാഷ്ട്രീയ ചർച്ചയാണ്. ബഡ്ജറ്റ് ചർച്ച സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബജറ്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ധനകാര്യസ്ഥിതിയെ സംബന്ധിക്കുന്ന ചർച്ചയിലാണ് ഇപ്പൊ പോയത്. അല്ലല്ല, ഞാൻ പറയട്ടെ, നമ്മളെ ബഡ്ജറ്റിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. അല്ല, അതിന് ഒരു വെള്ളത്തെ കുറിച്ച് കോർപ്പറേഷൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും പറയുന്ന കാര്യം ഇതിനകത്ത് നമ്മളല്ലോ. ബഡ്ജറ്റ് പ്രശ്നത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? വായിക്കാം, ഞാൻ വായിച്ചുതരാം. എന്താ ചെയ്തിരിക്കുന്നത്? കായല് ഡ്രഡ്ജിങ്ങിനെ സംബന്ധിച്ച് മുഴുവൻ വായിക്കാം. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ 20 കോടി രൂപ ചെലവഴിച്ച് പരിഹാരം കാണാൻ നേതൃത്വം നൽകും. എൻട്രി ഓസ്റ്റിൻ അടയാളപ്പെടുത്തിയ മാത്രമല്ല, ബഹുമാനപ്പെട്ട മേയർ സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെ നേരിട്ട് കാണുകയും പ്രശ്നത്തെ അതിന് മുമ്പ് വായിക്കുന്നേ. അത് മുഴുവൻ നേരത്തെ പറഞ്ഞ അത് മുഴുവൻ വായിക്കണം. കായലിൽ വെള്ളം കയറുന്നത് എല്ലാവർക്കും. പിന്നെന്താ അവസാനത്തെ എൻട്രി ഓസ്റ്റിന് ആവശ്യമുള്ള മാർക്ക് ചെയ്ത് വന്നിട്ട് അത് വായിച്ചെങ്ങനെ ശരിയാവും? ഞാൻ വായിക്കാമല്ലോ. കോർപ്പറേഷൻ എവിടെ ഫണ്ട് വെച്ചേക്കണം? ഞാൻ വായിക്കാമല്ലോ. കോർപ്പറേഷൻ ഫണ്ടെന്ന് കാണിച്ച കോർപ്പറേഷൻ ഫണ്ട് വെക്കേണ്ട കാര്യമില്ല. എന്താ? അല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ട് കിടക്കല്ലേ ഈ പറ്റുമോ? ഞാൻ പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ വികസന സ്തംഭനാവസ്ഥ നമ്മളെ ബാധിക്കുന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞത്. എന്റെ എൻട്രി ഓസ്റ്റിൻ, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും പിന്നീട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത്. എന്റെ എനിക്ക് ബലഹീനതയില്ല, എനിക്ക് നല്ല ബലത്തിലാണ് ഞാൻ നിൽക്കണം. എന്താ കാര്യം എന്ന് വെച്ചാല് അല്ലല്ല സൗണ്ട്സ്
എനിക്ക് ഞാൻ നല്ല തിരക്കിലാണ് നിൽക്കുന്നത്. ഇതിൽ തന്നെ ഞാനൊരു ഡയറക്റ്റ് ചോദിച്ചു, ഇല്ല, ഞാനിപ്പോ ചോദിക്കണമെങ്കിൽ നിങ്ങൾ മറുപടി പറ. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെച്ചല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല വ്യക്തമല്ലേ? സംസ്ഥാനം ഞാനെന്താ സലാമേ പറഞ്ഞത്? ഓരുവെള്ള പ്രശ്നം അല്ലെ? ഞാനെന്താ പറഞ്ഞത്? ഓരുവെള്ള പ്രശ്നം കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യം കോർപ്പറേഷൻ ചെയ്യും, സ്റ്റേറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ചെയ്യണം, സെൻട്രൽ ചെയ്യേണ്ടത് സെൻട്രൽ, പോർട്ട് ചെയ്യേണ്ട കാര്യം സെൻട്രലാണ്. ഇത് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. കോർപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നത് സ്ലൂയിസുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ സ്ലൂയിസുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കുവാൻ ബഡ്ജറ്റിന് മുൻപുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച കൗൺസിലിന് മുൻപുള്ള കൗൺസിൽ തീരുമാനിച്ച് അതിനാവശ്യമായ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു. മനസ്സിലായോ? ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. പിന്നെ എൻട്രി കോസ്റ്റ് പറയണ കോർപ്പറേഷൻ ഒന്നും അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ എനിക്ക് വിലയില്ലെന്ന് പറഞ്ഞാണത്. ഞാനിത് ആവർത്തിച്ചപ്പോ എൻട്രി കോസ്റ്റും വേറെ കാര്യം ആലോചിച്ചിട്ട് മറ്റാളം മേഖലയിൽ കൊച്ചി നഗരത്തിൽ എന്റെ ഡിവിഷനല്ല, ജീജ ടെൻഷൻ എന്ന് പറയുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനിൽ ഞാനും ജീജ ടെൻഷനും കൂടി പോയിട്ടാണ് 9 സ്ലൂയിസുകൾ എസ്റ്റിമേറ്റ് എടുത്തത്. മനസ്സിലായ? കൊച്ചി നഗരത്തിൽ ആകെ സ്ലൂയിസ് നിർമ്മിക്കാനാണ് ആ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചത്. എൻട്രി കോസ്റ്റിന്റെ ഡിവിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ എൻട്രി കോസ്റ്റും പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കണം. എന്റെ മാത്രമല്ല, അല്ല വേറെ ഏത് കൗൺസിലാണെങ്കിലും എടുക്കണം. മേയർ ഡിവിഷനിൽ എടുക്കാൻ ഇതിലില്ലല്ലോ. അത് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കൗൺസിൽ എപ്പോഴാണ് തീരുമാനിച്ചത്? അതിന് മുമ്പത്തെ കൗൺസിൽ ഇതിനു മുമ്പത്തെ ഞാനല്ല റേസ് ചെയ്തത്, ഞാൻ തന്നെയാണ് റേസ് ചെയ്തത്. അപ്പോഴല്ലേ അല്ലല്ല, പ്രമേയം കുരീത്ര അവതരിപ്പിച്ച പ്രമേയം അവതാരകൻ ആന്റണി കുരീത്ര, അനുവാദകൻ അഭിലാഷ് തോപ്പിൽ, അവതരിപ്പിച്ചത് കുരീത്രയാണെങ്കിലും സംസാരിച്ചത് അഭിലാഷ് തോപ്പിൽ ഇല്ല, കുരീത്ര സംസാരിച്ചു. ആദ്യം സംസാരിക്കണം അഭിലാഷ്. എല്ലാവരും സംസാരത്തിന് ശേഷം എന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. അതിനുശേഷം കൗൺസിൽ പറഞ്ഞു പള്ളുരുത്തി മേഖലയിലെ ക്രോഡീകരിക്കാൻ ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ചെയർമാൻ അവൾ പ്രവർത്തനത്തിനുള്ള ചെയർമാൻ ആയതുകൊണ്ട്. ബാക്കി ഡിവിഷനുകളിൽ ഈ ഓരുവെള്ളം തടയുന്നതിന് ആവശ്യമായ സ്ലൂയിസുകൾ നിർമ്മിക്കുവാൻ പേയ്മെന്റ് പ്രയോറിറ്റിയിൽ സ്ലൂയിസ് നിർമ്മിക്കാൻ ഈ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിക്കുന്നു എന്നല്ലേ മേയർ പറഞ്ഞത്? കൗൺസിൽ അതായത് കൗൺസിലർമാരെ ചെയ്യണം. ബഡ്ജറ്റിലെ ഹെഡ് അതിന് ബഡ്ജറ്റിൽ ഇല്ലെന്നും പറഞ്ഞ അതാണ് വലിയൊരു ആഴക്കാരിയായിട്ട് കണ്ടുപിടിച്ചേക്കണം. ബഡ്ജറ്റിലെ ഹെഡില്ല, ബഡ്ജറ്റിൽ പറഞ്ഞേക്കണ എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. എൻട്രി കോസ്റ്റിനെ അത് മുഴുവൻ അങ്ങോട്ട് ഇതിരിക്കുന്നത് സംസ്ഥാന സർക്കാരായിട്ട് സഹായം നേടി അതിന്റെ അകത്ത് ഡ്രഡ്ജിങ്ങിന്റെ കാര്യം. അത് ഡ്രഡ്ജിങ്ങിന്റെ കാര്യമാണ്. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന തുകയാണെങ്കിലും അല്ല, ഡ്രഡ്ജിങ്ങിന് നമ്മൾ പണം വെക്കണമെന്നേ. നമുക്ക് 100 കോടി വേണ്ടടുത്ത് 20 കോടിയാണ് വെച്ചിരിക്കുന്നത്. കാര്യമില്ല, അത് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞല്ലോ, ഹാർബർ എഞ്ചിനീയറിംഗും മേജർ ഇറിഗേഷൻ വർക്കുമാണ് ഈ കായലിന്റെ പോർട്ടും ആണ് ഡ്രഡ്ജിങ്ങും അതേപോലെ തന്നെ കായലിന്റെ സമീപത്തുള്ള കരിങ്കൽ ഭിത്തി കെട്ടാനുള്ള ചുമതലയുള്ളത്. ഇത്രയും വർഷമായിട്ട് അവർ ചെയ്തില്ല എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനും തന്നെയല്ലേ പറഞ്ഞത്. മുന്നോട്ട് പോരുത്. ബഡ്ജറ്റിൽ പണം കോർപ്പറേഷൻ നീക്കി വെച്ചില്ലെന്നാണ്. ഇതിലില്ല, ഇല്ല. ഡ്രഡ്ജിങ്ങിന് പൈസ നീക്കി വെക്കേണ്ട കാര്യമില്ല. അതിനകത്ത് പറഞ്ഞേക്കുന്നത് സ്ലൂയിസിന് ഫണ്ട് കൊടുക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചതിന്റെ ബഡ്ജറ്റിലുണ്ടെങ്കിൽ കാണിച്ച തനത് ഫണ്ടല്ലേ? വെച്ചിട്ടില്ല. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ തനത് ഫണ്ട് എന്തിനു ചെലവഴിക്കണമെന്ന് ചോദ്യം ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ ശ്രീജിത്തിന് കണക്കറിയാവുന്ന ആളാണല്ലോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ഹെഡിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലേ? ഇത്ര ഒരു മേജർ ഹെഡില് നമുക്ക് ചെലവഴിക്കണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഹെഡിൽ അത് വകയിരുത്തണമല്ലോ. അങ്ങനെയല്ല, അങ്ങനെ ഇല്ലല്ലോ. അല്ല, ബഡ്ജറ്റിൽ പറയുന്നത് മാത്രമാണോ നമ്മൾ? അല്ലല്ല, ഓൺ ഫണ്ട് ഫണ്ടാണെങ്കിൽ പിന്നീട് എടുക്കുന്ന തീരുമാനമാണ്. അത്ര ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, ഓൺ ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഓൺ ഫണ്ട് മാത്രമാണ് അത്. അപ്പൊ പിന്നെ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അതെങ്ങനെ നടക്കില്ലെന്ന് ഞാൻ കാശ് കൊടുക്കാനുള്ള ഏതെങ്കിലും ആള് വന്ന് സ്ലൂസിന്റെ പണിയെടുക്കും. ഇപ്പൊ അങ്ങനെ പേയ്മെന്റ് പ്രയോറിറ്റിയിൽ കൊടുക്കാൻ തീരുമാനിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? കൗൺസിലിന്റെ തീരുമാനം പേയ്മെന്റ് പ്രയോറിറ്റി. ശരിയോ? ഇത് റസിയയുടെ സ്റ്റിച്ചിങ് കൊച്ചിക്കാർക്ക് പെരുത്തിഷ്ടാണ്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് അതിനവരെ സഹായിക്കുന്നത് ജെസൽ ഒപ്റ്റിക്കൽസിന്റെ പെർഫെക്റ്റ് ലെൻസ് ഡിസ്പെൻസിംഗ് ആണ്. ദേവദത്തിന്റെ പെയിന്റിങ്ങിന് ആരാധകർ ഏറെയാണ്. സൂക്ഷ്മമായ നിറവൈവിധ്യങ്ങൾ തിരിച്ചറിയാൻ ജെസൽ ഒപ്റ്റിക്കൽസിൽ ഐ ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് വിഷൻ ഉറപ്പാക്കിയ കണ്ണടയാണ് അദ്ദേഹം ധരിക്കുന്നത്. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയേയിരിക്കും.
മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെസലിന്റെ 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ ഒരാളാകാൻ കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 160 രൂപയുടെ റെഡ് ലേബിൾ ചായക്ക് 135 രൂപയ്ക്ക്. കൊള്ളാലോ. ബേബി എന്താ 795 രൂപ, 540. 469 രൂപയുടെ ബൂസ്റ്റ് 389 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. ചട്ടിയുടെ പെട്രോൾ, അപ്പപ്പൊടി, മൈദപ്പൊടി, ആട്ടപ്പൊടി 259 രൂപയുള്ളൂ. ഇത്രയധികം ഓഫേഴ്സോ? ഇതൊന്നുമില്ല, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ വിസ്മയുടെ പൊടികളായ പൊടികൾക്കും 50% ഓഫർ. അതെ, ശരിക്കും പറഞ്ഞാൽ 50% ഉണ്ട്. പിന്നെ ഓഫറാ. എന്തായാലും കുറെ പറഞ്ഞ ശനിച്ചല്ലേ, ഇത് കുടിച്ചോ. 59 രൂപയുള്ളൂ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിയർ ശ്രീനാരായണ ഹാൾ, മാർജിൻ ഫ്രൂട്ട് മാർക്കറ്റ്, പുള്ളിക്കൽ, കൊച്ചി. ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. വേറെ കാര്യം കൂടി, ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മള് ബഡ്ജറ്റിൽ 218 ഐറ്റം നേട്ടങ്ങളുടെ പട്ടിക നിരത്തി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതായത് അത് ഇലക്ഷൻ പ്രചരണമാണ്. ഈ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. നേട്ടങ്ങളുടെ പട്ടിക ഇവര് ആരും പറയാത്ത ഒരു സാധനം ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേട്ടങ്ങളുടെ പട്ടിക 50 ലക്ഷം രൂപ ചെലവാക്കിയിട്ട്
50 ലക്ഷം രൂപ നേട്ടങ്ങളുടെ പട്ടികയ്ക്ക് വേണ്ടി പേജാണോ എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ വർക്കാണല്ലേ, ഇലക്ഷൻ മുന്നോടിയായിട്ട് ചെയ്തേക്കാണെന്ന് തോന്നുന്നു. പേജ് 127. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോർപ്പറേഷന്റെ ഭാഗം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട, എന്തായാലും കേരളത്തിൽ ഇന്ത്യ സഖ്യം തന്നെയാണ്. എത്ര അതിലിപ്പോ ഇവിടെ ഈ തമ്മിൽ തല്ലിയിട്ട് ഒരു കാര്യമില്ല. 127ാമത്തെ പേജില് അപ്പൊ അത് ഒരുമിച്ച് ഒരു പട്ടിക അത് 50 ലക്ഷം രൂപ. ഇതൊരു പുതിയ അറിവൊന്നുമല്ല. ഇപ്പോ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും അവരുടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അവരുടെ പണം ചെലവഴിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകളും ചെലവഴിക്കുന്നുണ്ട്. പിന്നെ പറയട്ടെ, ഇലക്ഷന് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും കോർപ്പറേഷനും കൊണ്ടുപോയിട്ട് പണം ചെലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കൗൺസിൽ 4-5 കൊല്ലക്കാലം ഉണ്ടായ സന്ദർഭത്തിൽ ഈ കൗൺസിലിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് മഹാതെറ്റാണ് എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. നല്ല കാര്യമാണത്. കൊച്ചിക്ക് പുറത്തുള്ള ആളുകളും കൊച്ചിയിൽ വിരുന്നു വരുന്ന ആളുകളും ഒക്കെ കാണുന്നത് നല്ലതാണ്. കൗൺസിലർമാരുടെ അതിൽ പെടുമല്ലോ. എല്ലാം വരും. ഞാൻ ചോദിക്കട്ടെ, സർക്കാരും ചെയ്യുന്നത് പോലെ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടാ പറഞ്ഞത്. കേന്ദ്ര സർക്കാരുകൾ തെരഞ്ഞെടുപ്പിനും സ്റ്റേറ്റ് സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമാണോ പ്രചാരണം നടത്തുന്നത്? അല്ല. അല്ല, ഇതിപ്പോ PRD ഫുൾ പേജ് പിണറായി വിജയന്റെ പടം വെച്ച് ഇഷ്ടംപോലെ പരസ്യം കൊടുക്കുന്നു. ഇപ്പൊ പിണറായിയുടെ പോലെ അല്ല, ഞാൻ ചോദിക്കണം, പിണറായിയുടെ പടം വെക്കണ എന്തായാലും കുഴപ്പമില്ല. അല്ല, പിണറായിയുടെ പടം എല്ലാ മുഖ്യമന്ത്രിമാരുടെ അല്ലേ സർക്കാർ അറിയപ്പെടും. സെൻട്രൽ ഗവൺമെന്റ് ഏത് പദ്ധതി വരുമ്പോഴും അവർ ചെയ്യുന്നുണ്ട്. അതിപ്പോ പണ്ട് മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ മൻമോഹൻ സിംഗിന്റെ പടം മാത്രമല്ല, സോണിയാഗാന്ധിയുടെ പടം കൂടി വെക്കുമായിരുന്നു. സോണിയാഗാന്ധി ക്യാബിനറ്റ് റാങ്കുള്ള UPA ചെയർപേഴ്സൺ ആയിരുന്നു. കുരീത്ര ഇപ്പൊ പറഞ്ഞില്ലേ, സോണിയാഗാന്ധിയുടെ പടവും കൂടി വെച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രചാരണം നടത്തിയിരുന്നത്. അതെന്തിനായിരുന്നു? ഇലക്ഷൻ ഇയറിലെ ഞാൻ എന്റെ സംശയം ചോദിക്കാം. ഞാൻ കഴിഞ്ഞ വർഷം അംഗമല്ലായിരുന്നു. 2010 നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു 50 ലക്ഷം ചെലവ്. എന്തെങ്കിലും ഫണ്ട് വെച്ചില്ല. ആ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് ഈ ബഡ്ജറ്റിലുണ്ടല്ലോ. പുതിയ ദിശാബോധം എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ നേട്ടങ്ങൾ എന്ന് നമുക്ക് പറയാം. നേട്ടങ്ങൾ വേണ്ടതാണ്. കാരണം ഓരോ സർക്കാരുകൾ കഴിയുമ്പോൾ ഇപ്പൊ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ. പക്ഷെ ഇന്ന് ഡിജിറ്റലൈസേഷൻ നിലനിൽക്കുന്ന ഈ ലോകത്ത് നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ട് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്ന ഈ സമയത്ത് കൈ പുസ്തകം അടിച്ചത് കൊടുക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇലക്ഷൻ ട്രെൻഡാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റലൈസേഷൻ അപ്പൊ പിന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഒരു മോദിയുടെ പടം വെച്ച് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കൊടുത്ത എന്തിനാ ഡിജിറ്റലൈസ് ഇതെല്ലാം ഉണ്ടായിട്ട് അത് സർക്കാർ പദ്ധതികൾ. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി മോദിയുടെ പടം വെച്ച് എല്ലാ പത്രത്തിലും കൊടുത്തു. ഈ ഒരു അവസാന നിമിഷം പിണറായി വിജയന്റെ യോഗി ആദിത്യനാഥിന്റെ പടം വെച്ചപ്പോ കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ്ങിന്റെ കാര്യത്തില് അത് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം ഒരു കേന്ദ്ര സർക്കാർ എന്ന നിലയില് മോദിയുടെ ഹെഡ് വെച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേര് വെച്ച് ബ്രാൻഡ് ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ. നമ്മുടെ ആരോഗ്യ പദ്ധതി അടക്കം ആ ബ്രാൻഡിങ് അങ്ങനെ പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന ഈ UPA സർക്കാരിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞില്ല. അങ്ങനെ ഒരു ബ്രാൻഡിങ് അത് പ്രധാനമന്ത്രി അതിലെ വേറൊരു പ്രശ്നമുണ്ട്. എന്ന് പറയുമ്പോ അത് കേന്ദ്ര സർക്കാരിന്റെ അതിലൊരു വിയോജിപ്പുണ്ട്. എനിക്കൊരു വിയോജിപ്പുണ്ട്. അതായത് നമ്മള് വീട് വെച്ച് കൊടുക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ്, ഞാൻ അതിലൊരു വിയോജിപ്പ് ഞാൻ കാണുന്നത് വെച്ചാൽ നമ്മള് ഒരു PMAY പദ്ധതി പ്രകാരം വീട് വെച്ച് ഇത്രയും വർഷം ലൈഫ് പദ്ധതി പ്രകാരം നമ്മൾ ഒരിടത്ത് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടില്ല. അതിൽ കോർപ്പറേഷൻ 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. 50,000 രൂപ സംസ്ഥാന സർക്കാർ 1.5 ലക്ഷം രൂപ കൂടെ. നമ്മൾ കൊടുക്കുന്ന ഒരു വീടിന് ഒരു ബ്രാൻഡിങ് ലൈഫ് പദ്ധതി സർക്കാർ വകയെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുന്നില്ല.
ഇപ്പൊ പറയുന്ന ഗൈഡ് ലൈൻസ് കൂടെ ഇപ്പൊ തർക്കം എന്താ? ശരിയല്ല, ശരിയല്ല. അതൊക്കെ ശരിയായ കൊടുക്കുന്ന പദ്ധതികൾ ന്യായമായ ഒരാള് ആത്മാഭിമാനത്തോട് ജീവിക്കേണ്ട ഒരാള്, ഞാൻ പറയട്ടെ, ആത്മാഭിമാനത്തോടെ പ്രിയപ്പെട്ട വീട് വെച്ച് തന്നു സർക്കാർ. അവിടെ ഞാൻ ഇത് ബ്രാൻഡിങ് ആകാം, പക്ഷെ അങ്ങനത്തെ ബ്രാൻഡിങ് വേണ്ട. നികുതിയാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന് പറയുന്നു. ആ നികുതിയത്തിൽ വരുന്ന തുകയാണ് PMAY പദ്ധതികൾ. ആ PMAY പദ്ധതി കൊടുക്കുമ്പോൾ അതിലൊരു 1.5 ലക്ഷം 1.5 ലക്ഷം രൂപയുള്ളൂ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ ചെയ്ത് വെക്കണ്ടേ? നമ്മൾ ചെയ്ത് വെക്കണ്ടേ? അല്ല, കോർപ്പറേഷൻ ചെയ്ത് വെക്കണം. പറഞ്ഞനുസരിച്ചാണെങ്കിൽ 3 തവണ പേര് ചെയ്ത് വെക്കണം. നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ പേരുണ്ടോ? എന്തിനാ ബ്രാൻഡിംഗ് എന്ന് ചോദിച്ചത്? അതായത് നമ്മൾ ഒരാൾക്കൊരു അഭിമാനത്തോട് ജീവിക്കാൻ വേണ്ടി ഒരു വീട് പണിത് കൊടുക്കുമ്പോ അതിന് ബ്രാൻഡിങ്ങിന്റെ ആവശ്യമില്ല. ആംബേ പദ്ധതിയിലും ഇതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. ആംബേ പദ്ധതിയിൽ ലക്ഷം വീട് കോളനിയിലുണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസ് വീടുകളുണ്ടായിരുന്നില്ല. വീടുകളുണ്ടായിരുന്നില്ല. ലൊക്കേഷൻ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അല്ല വീടുകൾക്ക് ബ്രാൻഡ് ചെയ്തത്. ലക്ഷം വീട് കോളനി ഒരുമിച്ചുള്ള ഒരു കോളനിയുടെ മുമ്പിൽ എന്താ ബ്രാൻഡിംഗ് ഉണ്ടായിരുന്നില്ലേ? അത് കോളനിക്ക് വീടിന് മുമ്പിലല്ല, ഓരോ വീടിനും നമ്മൾ വെക്കുന്ന പറയുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഞാൻ എനിക്ക് തിരിച്ച് PMAയുടെ വീട് വെക്കുന്നത് ഒരു കോളനിയിലാണോ? PMAയുടെ വീട് വെക്കുന്നത് കോളനിയിലല്ലേ? അതേ അപ്പൊ വീടിന് മുമ്പിൽ വെക്കണ്ട. എന്തിനാ വെക്കുന്നത്? ഞങ്ങൾ അന്നാണെന്ന് ഒരു ലേബൽ ഇട്ടിട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? സർക്കാർ പദ്ധതിക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ PMAY ഒരുമിച്ചല്ല നിൽക്കുന്നത്. അത് പ്രിയയുടെ പാർട്ടിയിലനുസരിച്ച് പറഞ്ഞോ, പക്ഷെ ഞങ്ങളെ വിയോജിക്കാൻ പറഞ്ഞു. അല്ല, ഇതിനകത്ത് സലാമെ ഒരു പ്രശ്നമാണ്, പ്രിയയുടെ ഒരു പ്രശ്നമുണ്ട്. പ്രിയ എല്ലാം ഭയങ്കര സമമായിട്ടെന്നൊക്കെ പറയും, പക്ഷെ PMAY എന്ന് മാത്രമേ പറയുള്ളൂ, ലൈഫ് എന്ന് പറയില്ല. അതെങ്ങനെ എങ്ങനെ പ്രിയ ഒപ്പിട്ട് ഫോമിലെന്താ PMAY ആൻഡ് ലൈഫ് എന്നാണ്? PMAY പദ്ധതി വീട് വെക്കാനുള്ള 4 ലക്ഷം രൂപ. 4 ലക്ഷം PMAY ആണല്ലോ. 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിന്റെ, 50,000 രൂപ സംസ്ഥാന സർക്കാരിന്റെ, 2 ലക്ഷം രൂപ നഗരത്തിന്റെ തുക. അത് നഗരത്തിന് പ്ലാൻ ഫണ്ടിൽ വരുന്ന തുകയാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരുന്ന തുക തന്നെയാണ്, അല്ലാണ്ട് നഗരത്തിന് തനത് ഫണ്ടല്ല. അതിനകത്ത് വേറെ ഷെയർ ഇല്ല കേന്ദ്രത്തിന്റെ. കേന്ദ്രത്തിന്റെ ഷെയറിന് വേറെ ഇല്ല. പ്രിയ അതിനകത്ത് കേന്ദ്രത്തിനുള്ളത് അല്ലാതെ കണ്ടുപിടിക്കല്ലേ? കുരുത്തര പ്രതിപക്ഷ നേതാവാണല്ലോ. ഈ 2 ലക്ഷം രൂപ കൊച്ചി നഗരസഭ വകയിരുത്തുന്നത് എവിടെ നിന്നാണ്? ആ പ്ലാൻ ഫണ്ട് എവിടെ നിന്നാ വരുന്നത്? പ്ലാൻ ഫണ്ട് സ്റ്റേറ്റിൽ കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ഹെഡിൽ വരുന്ന തുക അത് സ്റ്റേറ്റിലേക്ക്, സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റാണ്. അല്ല, അതിന് വിഹിതമുണ്ട്. അതപ്പോ വിഹിതമുണ്ടല്ലോ, അതുകൊണ്ട് സംസ്ഥാന ബഡ്ജറ്റ് ആ കാര്യത്തിൽ തെറ്റാണ്. സ്റ്റേറ്റിന്റെ ബഡ്ജറ്റിൽ കേന്ദ്ര ഒരു പദ്ധതിക്ക് 2 ഫണ്ട് കിട്ടില്ല. നമുക്ക് ഡിവോൾവ് ചെയ്ത് കിട്ടുന്ന ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഹിതമുണ്ട്, പക്ഷെ അതുകൊണ്ട് സംസ്ഥാന അതെന്താ അത് വേറെ സെപ്പറേറ്റ് ഗ്രാൻഡ് ആയിട്ട് പറയുന്നതല്ലേ സംസ്ഥാന. ഞാൻ ചോദിച്ച പോയിന്റ് നമ്മുടെ ബഡ്ജറ്റില് കേന്ദ്ര വിഹിതമല്ലല്ലോ, നമ്മളെ ഗ്രാൻഡുകൾ ടൈഡ് പദ്ധതി സെപ്പറേറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോലെ സംസ്ഥാന ബഡ്ജറ്റ് നിങ്ങൾ അവതരിപ്പിക്കുമ്പോ സംസ്ഥാന ബഡ്ജറ്റിൽ കേന്ദ്ര വിഹിതമില്ലേ? ഇത് വീട് പദ്ധതിയെ കുറിച്ചാണ് പറയണം. കേന്ദ്ര വിഹിതവും കൂടി ഉൾപ്പെടുത്തിയിട്ടല്ലേ സംസ്ഥാന ബഡ്ജറ്റ്? വീട് പദ്ധതിയിൽ വരില്ല പ്രിയ. സംസ്ഥാന ബഡ്ജറ്റ് വിഭാവനം ചെയ്തത് ആ സംസ്ഥാന ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടാണ് ഈ പറയുന്നത്. അല്ലല്ല, സ്റ്റേറ്റിൽ ഞാനൊരു കാര്യം സിമ്പിൾ ബഡ്ജറ്റില് സെപ്പറേറ്റ് ഹെഡ്സ്. ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ വെക്കേണ്ട കുറെ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ വനിതാ വികസനം
10% വെക്കണ്ടേ? അതെ. പട്ടികജാതി വികസനം വെക്കണ്ടേ? വെക്കണം. ദാരിദ്ര്യ അതിലൊക്കെ കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും അല്ല വരുന്നത്. നമുക്ക് ഡിവോൾവ് ചെയ്ത് കിട്ടും. അല്ല കേൾക്കേ, പറയട്ടെ. അതേപോലെ തന്നെ പ്രിയയുടെ ഭാഗം പ്രിയ ഒരു മിനിറ്റ് പ്രിയ 2 ലക്ഷത്തിന് വീണ്ടും കേന്ദ്രം കൊണ്ടുവന്നു. അതില്ല അങ്ങനെ 2 കോൺഗ്രസ് പറയൂ ഈ 2 ലക്ഷം രൂപ മുഴുവനും സംസ്ഥാന സർക്കാർ തരുന്ന ഫണ്ടാണോ? കോർപ്പറേഷൻ ULB ഷെയർ ആയിട്ട് വെക്കുന്ന ഫണ്ടാണിത്. ആ ULB ഷെയർ നമ്മൾ ഹഡ്കോയിന് ലോൺ എടുത്ത് നമ്മൾ പ്ലാൻ ഫണ്ട് എടുക്കുന്ന റോൾ ചെയ്താണ് ചെയ്യുന്നത്. പ്ലാൻ ഫണ്ടിന് വരുന്ന വിഹിതം ഈ പറയുന്ന പ്ലാൻ ഫണ്ട് കിട്ടുന്ന വിധത്തിൽ കേന്ദ്രത്തിന്റെ വേറെ വിധം ബഡ്ജറ്റില് ടൈഡ് പദ്ധതി CSML പദ്ധതി പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ പാർപ്പിടത്തിനുള്ള ഹെഡില് പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ പാർപ്പിടത്തിനുള്ള ഹെഡില് ഏത് തുകയാണ്? ആ പാർപ്പിടത്തിലെ ഹെഡ് നിങ്ങൾ എങ്ങനെയാണ് ചെലവാക്കണത്? അല്ല പറയൂ, ഭരണസമിതിയല്ലേ? ഞാൻ ചോദിക്കുന്ന പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ പാർപ്പിടം ഇപ്പൊ ഹെൻറി പറഞ്ഞു പ്ലാൻ ഫണ്ടിൽ ഓരോ ഹെഡിലും തുക വകയിരുത്തണം എന്ന് പറഞ്ഞു. ഓരോ ഹെഡിലും തുക വകയിരുത്താനുണ്ട്. പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ വരുന്ന പാർപ്പിടം അതൊരു ഹെഡാണ്. പാർപ്പിടം എന്നൊരു ഹെഡാണ്. ആ പാർപ്പിടത്തിന്റെ ഹെഡിൽ എവിടെയാണ് തുക? എന്താണ് അതിൽ പറയുന്നത്? PMAYയുടെ ഷെയർ കൊടുക്കാൻ ഉപയോഗിക്കുമെന്നുള്ളത്. അതിലെവിടെയാണ് ഹഡ്കോന്റെ ഇത് വരുന്നത്? കേന്ദ്രത്തിന്റെ ഷെയർ ഡയറക്റ്റ് ആണ്. 1.5 ലക്ഷം ക്ലിയർ ആണ്. വളഞ്ഞിട്ട് പറഞ്ഞിട്ട് 1.5 ലക്ഷം രൂപ ക്ലിയർ ആണ്. 2 ലക്ഷം രൂപ കേന്ദ്രത്തിന്റെ അത് നിങ്ങളുടെ ബാക്കി 2 വരില്ല. 50 സംസ്ഥാന സർക്കാരിന്റെ 50 പ്രിയയുടെ ഒറ്റ പ്രശ്നം കൊച്ചി നടക്കുന്ന എല്ലാ കാര്യവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ശ്രീജിത്ത് നേരത്തെ പറഞ്ഞ UDF-ഉം LDF-ഉം മാറി ഇനി BJP ഭരിക്കണോ? BJP എല്ലാവർക്കും ബ്രാൻഡ് ചെയ്യേണ്ടി വരും. 2 ലക്ഷം രൂപ തനത് ഫണ്ടിനാണോ എടുക്കുന്നത്? പറയൂ. കൊച്ചി നഗരത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് തനത് ഫണ്ടാണ്. ഇത് വികസന ഫണ്ട് പറഞ്ഞല്ലോ. വികസന ഫണ്ട് നമ്മുടെ വികസന ഫണ്ടിൽ നിന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരവാദിത്തത്തോട് ഞാൻ പറയാം. അല്ല, പ്രിയ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. പ്രിയ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പറയാം. നമ്മുടെ വികസന ഫണ്ട് സംസ്ഥാന സർക്കാർ ലോക്കൽ ബോഡിക്ക് ഡിവോൾവ് ചെയ്ത് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് പ്രിയ പറയാൻ അനുവദിക്കണല്ലോ. പ്രിയക്ക് എന്താ പറയാൻ പറ്റുമെന്ന് അറിയാം. അതുകൊണ്ട് പ്രിയ പറയാൻ പറ്റില്ല. ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയാം. PMAY ഫണ്ടില് നമുക്ക് നമ്മുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ കോർപ്പറേഷൻ കൊടുക്കുന്ന ഫണ്ട് തന്നെ സർക്കാർ നമുക്ക് തരുന്ന വികസന ഫണ്ടിൽ നമുക്ക് കിട്ടുന്ന പാർപ്പിട ഹെഡിൽ കിട്ടുന്ന ഫണ്ടാണ് പറയുന്നത്. അതിൽ കേന്ദ്ര വിഹിതമൊന്നും ഇല്ല. കേന്ദ്ര വിഹിതം 1.5 ലക്ഷം ഉണ്ട്. എല്ലാ ഒരു കാര്യമുണ്ട്. ഒറ്റ കാര്യം ഈ കേരളത്തിൽ നടക്കുന്നതും കൊച്ചി നടക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോരുത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്രത്തിന്റെ വിഹിതം ഉണ്ടെന്ന് നമ്മൾ പറയണല്ലോ. വിഹിതം ഉള്ളിടത്ത് വിഹിതം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ പൈസ കൊണ്ടാണെന്നുള്ള പറയണം. ഇപ്പൊ സ്കൂളുകള് എന്താ മറ്റേ ഇപ്പൊ SSK അല്ലേ? നേരത്തെ എന്തായിരുന്നു? SSA ആയിരുന്നു. കേന്ദ്ര ഫണ്ട് ചെലവഴിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ വന്നു. പറ്റില്ലെന്ന് കേരളം പറഞ്ഞു. ആരോഗ്യകരം. അപ്പൊ എന്നിട്ടെന്താ SSK നടക്കുകയല്ലേ? SSK നടക്കുകയാണ് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. സ്കൂളുകളുടെ വികസനം ഇതൊക്കെ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഫണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു പോളിസി മാറ്റർ ഉണ്ട്. അപ്പൊ ഈ സകല നാട്ടിൽ SSK ആയി. ശരി, SSK ആയി. ഇപ്പൊ എന്റെ ഡിവിഷനിൽ തന്നെ ഒരു പദ്ധതി കൊണ്ടുവന്നു. SSKയുടെ കീഴിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചത്? എന്താ നടപ്പിലാക്കാത്തത്? കാരണം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എന്താ കാര്യം? ഇത് തന്നെയാണ് ഇവരുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു 2 കോടി രൂപ ബഡ്സ് സ്കൂൾ അല്ല മറ്റേ ഇവർക്ക് ഭിന്നശേഷി കുട്ടികളുടെ ഒരു ഇതുണ്ട് താമരപ്പറമ്പ് സ്കൂളിൽ. അവർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഉണ്ടായിരുന്നു. അല്ലെ, ഞാൻ പറയട്ടെ,
അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുത്തത്. അദ്ദേഹം തുക വകയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഫണ്ട് വേണ്ട, ഞങ്ങൾക്ക് പൊക്കത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ രണ്ടുപേരും കൂടി അത് പൂർണ്ണമായിട്ടും അതിന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഒരു ഇതുണ്ട്, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും വിദ്യാഭ്യാസ മേഖല കാഴ്ചപ്പാടും അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ SSK SSA എന്നുള്ള ഈ ഒരു ഇതില് ഒരു കോൺഫ്ലിക്റ്റില് ആ പദ്ധതി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ മുന്നോട്ട് ഇറങ്ങി. ഫണ്ടില്ല നടപ്പിലാക്കാൻ. എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ചയിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഹെൻറി പറഞ്ഞു, ആരോഗ്യ മേഖലയിലെ കാര്യം പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഈ ഹെൽത്ത് പ്ലാനിൽ ഒരുപാട് സമയം എടുക്കല്ലേ അതിനകത്തേക്ക്? തെറ്റിദ്ധരിപ്പിക്കരുത്. ഒന്ന്, ആ പ്രിയ കൗൺസിലറായിട്ടുള്ള ഡിവിഷനിലെ അമരാവതി സ്കൂളിലാണ് നമ്മൾ അതിന് സെന്ററിന് പണം അനുവദിച്ചത്. കോർപ്പറേഷൻ പ്ലാൻ ഫണ്ടിൽ താമരപ്പറമ്പ് സ്കൂൾ. അപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് ഈ SSKക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിക്കാമെന്ന് വെച്ചിട്ട് വന്നു. സെൻട്രൽ ഫണ്ടാണ്. പ്രിയ പറഞ്ഞപ്പോ സ്റ്റേറ്റ് ഫണ്ടാണെന്ന് പറഞ്ഞത്. സ്റ്റേറ്റ് അല്ല. അപ്പോ അപ്പോഴാണ് ഈ PM ശ്രീ എഴുതി വെക്കണമെന്നുള്ള ബ്രാൻഡിങ്ങിൽ നിന്നുള്ള ചർച്ച പോയതേ. മനസ്സിലായോ? ഒരിടത്താവാം വേറെടുത്താവാൻ പാടില്ലെന്നുള്ള നല്ല ചർച്ച. അപ്പോ അത് എഴുതണമെന്നുള്ളതുകൊണ്ട് അതിന്റെ തർക്കവും പ്രശ്നങ്ങളും പോളിസി മാറ്ററാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഫണ്ട് കിട്ടാൻ വൈകുന്നത്. ഇത് കിട്ടാതിരിക്കുമ്പോഴും നമ്മൾ കോർപ്പറേഷൻ എന്താ അവരോട് പറഞ്ഞതെന്ന് പറയും, ഇപ്പോഴും നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതാണ് സ്റ്റേറ്റിൽ നടക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് PM ശ്രീ എന്ന് എഴുതി വെച്ചാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ചില കാര്യത്തിൽ നമുക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരും. ജോയിന്റ് പ്രോജക്ട്സില് എന്തിനാ എഴുതി വെക്കണം? പ്രോജക്ട് എല്ലാം ബ്രാൻഡിംഗ് ആണെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടുള്ള ചില കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് CM ശ്രീ എന്ന് എഴുതി വെക്കണ്ട, മുഖ്യമന്ത്രി ശ്രീ എന്ന് എഴുതാനല്ലോ, ഒന്നും എഴുതാനല്ലോ. MLA എഴുതും അല്ലെ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ട MLA എഴുതും അനുഭവിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേരെഴുതി ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ കാണിക്കാൻ പറ്റും? ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇപ്പോഴല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമുക്കിത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പൊ ചർച്ചയിൽ പറഞ്ഞിട്ട് അത് വരും പറയണത്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ആന്റണി കുരിത്തറ, VS ശ്രീജിത്ത്, പ്രിയ പ്രശാന്ത്, ഹെൻറി, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് പൂർണ്ണമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വേറെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എല്ലാവർക്കും നന്ദി.